بسم الله الرحمن الرحيم والسماء ذات البروج واليوم الموعود وشاهد ومشهود قتل أصحاب الأخدود النار ذات الوقود إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود وما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد الذي له ملك السماوات. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യാന്വേഷികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചു പാലിച്ച് ജീവിതം ക്രമീകരിക്കുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഉണർത്തുകയും ദീനിന്റെ പേരിൽ വസിയ്യത്ത് ചെയ്യുകയും ഉപദേശിക്കുകയുമാണ്. ദീനിന്റെ പ്രമാണങ്ങൾ അംഗീകരിച്ച് മനസ്സാ വാചാ കർമ്മണ അംഗീകരിച്ച് ജീവിക്കേണ്ട ആളുകളാണ് സത്യവിശ്വാസികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രമാണങ്ങളെ അവതരിപ്പിച്ചത് ജീവിക്കുന്നവർ വ്യക്തമായ പ്രമാണത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കുന്നതിനും നശിക്കുന്നവർ വ്യക്തമായ പ്രമാണം ലഭിച്ചതിന് ശേഷം നശിക്കുന്നതിനു വേണ്ടിയുമാണ്. ലിയഹ്ലിക മൻ ഹലക അൻ ബയ്യിന വയഹ്യ മൻ ഹയ്യ അൻ ബയ്യിന. ഇസ്ലാമിൽ പ്രമാണങ്ങൾ പലതാണ്. ഉസൂലുൽ ഫിഖ്ഹിൽ ഉസൂലിന്റെ ഉലമാക്കൾ അതിൽ മുത്തഫഖ് ആയ അഥവാ ഐക്യകണ്ഠേന ഉലമാക്കൾ യോജിച്ച പ്രമാണങ്ങളും
മുഖ്തലഫുൻ ഫീഹി, അഭിപ്രായ ഭിന്നതയുള്ള പ്രമാണങ്ങളും എന്നിങ്ങനെ അവയെ വേർതിരിച്ചത് കാണുവാൻ സാധിക്കും. അഭിപ്രായ ഐക്യമുള്ള പ്രമാണങ്ങൾ ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസുമാണ്. അഭിപ്രായ ഭിന്നതയുള്ള പ്രമാണങ്ങൾ അതിൽ പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് അൽ ഇസ്തിസ്ഹാബ്, അൽ മസ്ലഹത്തുൽ മുർസല, ശറഉ മൻ കാന ഖബ്ലന, അൽ ഇസ്തിഹ്സാൻ തുടങ്ങി അങ്ങനെയുള്ള പ്രമാണങ്ങളെയും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അഭിപ്രായ ഐക്യമുള്ള പ്രമാണങ്ങൾ അഥവാ ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും എന്നിവയാണ്. ഇതിൽ അൽ ഖുർആനു വസ്സുന്ന, ഖുർആനും സുന്നത്തും ഇസ്ലാമിന്റെ ദ്വിതീയ പ്രമാണങ്ങളാണ്. രണ്ട് പ്രമാണങ്ങളാണ്, സ്വതന്ത്ര അസ്തിത്വമുള്ള രണ്ട് പ്രമാണങ്ങളാണ് അൽ ഖുർആനു വസ്സുന്ന. എന്നാൽ ഇജ്മാഉം ഖിയാസും പ്രമാണങ്ങളാണ്. പക്ഷേ ഇജ്മാഇന്റെ മുസ്തനദ്, അവലംബം ഖുർആനും സുന്നത്തുമായിരിക്കണം. ഖിയാസ് ഖുർആനിലും സുന്നത്തിലും അടിസ്ഥാന വിധിയുള്ള ഒരു വിഷയം, ആധുനികമായി ഉണ്ടാകുന്ന ഒരു വിഷയത്തിന്റെ ഹുക്മ് ഖുർആനിലും സുന്നത്തിലും വന്നതായ ആ ഹുക്മിലേക്ക് താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ളതായ ഹുക്മാണ്. അതുകൊണ്ട് തന്നെ ഖിയാസ് ചെയ്യുമ്പോൾ അവലംബിക്കേണ്ടതായ ഹുക്മ് ഖുർആനിന്റെയും സുന്നത്തിന്റെയും ഹുക്മാണെന്നതിനാൽ സ്വതന്ത്ര അസ്തിത്വമുള്ള പ്രമാണങ്ങൾ അത് രണ്ടെണ്ണമാണ്, അൽ ഖുർആനു വസുന്ന എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഇതിൽ വിശുദ്ധ ഖുർആൻ എന്ന പോലെ തന്നെ സുന്നത്തും പ്രമാണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല ഇന്നി ഊതീതുൽ ഖുർആന വമിസ്ലഹു മഅഹു, എനിക്ക് ഖുർആൻ നൽകപ്പെട്ടിരിക്കുന്നു, ഖുർആന് തത്തുല്യമായതും നൽകപ്പെട്ടിരിക്കുന്നു. ഖുർആന് തത്തുല്യമായി നൽകപ്പെട്ടത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുന്നത്തുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വാരിദായ വാക്കുകൾ, പ്രവൃത്തികൾ, അംഗീകാരങ്ങൾ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഖുർആനെ കുറിച്ചും സുന്നത്തിനെ കുറിച്ചും പറഞ്ഞു, ലൻ യതഫറഖ ഹത്താ യരിദ അലയ്യൽ ഹൗദ്, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അത് വഴി പിരിയുകയില്ല. അവ രണ്ടും എന്നെ നാളെ മഹ്ശറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണക്കപ്പുറം അല്ലാഹു ഒരുക്കിയ ഹൗദിൽ അവ രണ്ടും എന്നെ ഞാനുമായി സന്ധിക്കുന്നത് വരെ. അപ്പോൾ ഈ ദുനിയാവിൽ വിശുദ്ധ ഖുർആൻ എന്ന പോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും ദലീലാണ്, പ്രമാണമാണ്. ഖുർആനെ മാത്രം പ്രമാണമായി സ്വീകരിക്കുന്ന അഹ്ലുൽ ഖുർആനിന്റെ വാക്താക്കളുണ്ട്. യഥാർത്ഥത്തിൽ ഖുർആനെ സ്വീകരിക്കുന്നവരാണ് അവർ എങ്കിൽ സുന്നത്തിനെ സ്വീകരിക്കാതെ ഖുർആനെ സ്വീകരിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അഹ്ലുൽ ഖുർആനിന്റെ ആളുകൾ ഖുർആന്റെ കൂടി നിഷേധികളാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. കാരണം വിശുദ്ധ ഖുർആനിലുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നത് സ്വീകരിക്കുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ ഖുർആനുള്ള വിവരണം അത് അംഗീകരിക്കുവാനും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത് തന്നെ വിശുദ്ധ ഖുർആനെ വിവരിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്.
തന്നോടുള്ള അനുസരണത്തോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റസൂലുള്ളാഹിയോടുള്ള അനുസരണത്തെ ചേർത്ത് പറഞ്ഞു. തന്നെ ധിക്കരിക്കുന്നതിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധിക്കരിക്കുന്നതിനെ ചേർത്ത് പറഞ്ഞു. ഈ രീതിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടി അംഗീകരിക്കണമെന്നുള്ളത് 30-ലധികം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഉണർത്തിയത് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫതാവയിൽ മജ്മൂഇൽ നൽകിയിട്ടുണ്ട് വിശദമായി. എന്നാൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പ്രമാണമാണ് എന്നുള്ള ഹക്ക് അഹ്ലുൽ ഖുർആന്റെ ആളുകൾ നിഷേധിച്ചതുപോലെ ഇസ്ലാമിക ലോകത്ത് പല പ്രസ്ഥാനങ്ങളും നിലവിൽ വന്ന് അവർ നിരാകരിക്കുന്നവരും നിഷേധിക്കുന്നവരുമായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൽ സംശയം ജനിപ്പിക്കുകയും സുന്നത്തിനെ പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾ കപടവിശ്വാസികളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച നാളിൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആനിൽ അവരെക്കുറിച്ചുള്ള മുന്നറിയിപ്പുണ്ടാക്കി നൽകി. ആ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ അവതരിപ്പിക്കുകയുണ്ടായി. ബിദ്അഈ കക്ഷികൾ തലപൊക്കി ഖദരിയത്ത്, ഖവാരിജ്, മുഅ്തസിലിയത്ത്, ഷിയത്ത് ഇങ്ങനെ വന്നു. അതിൽ പലരും തങ്ങളുടെ ആദർശത്തിന് നിരക്കാത്തതിനാൽ പ്രമാണങ്ങളെ വിഗണിക്കുകയുണ്ടായി. ചിലർ തങ്ങളുടെ ബുദ്ധിക്ക് ഒക്കുന്നില്ല എന്നതിനാൽ പ്രമാണങ്ങളെ തള്ളുകയുണ്ടായി. ചിലരുടേത് രാഷ്ട്രീയ പ്രേരിതങ്ങളായിരുന്നു. രാഷ്ട്രീയമായ ലാഭങ്ങൾക്ക് വേണ്ടി അവർ പ്രമാണ വചനങ്ങളെ നിരാകരിക്കുകയുണ്ടായി. ലാ തത്തഖിദു ഇലാഹൈനി ഇസ്നൈൻ ഇന്നമാ ഹുവ ഇലാഹു വാഹിദ്. 2 ഇലാഹുകളെ നിങ്ങൾ സ്വീകരിക്കരുത്, ഒരൊറ്റ ഇലാഹ് മാത്രമാണുള്ളത് എന്ന ആയത്തിന് തഫ്സീറുൽ ഖുമ്മി എന്ന് പറയുന്ന ഷിയ തഫ്സീറിൽ, അതേപോലെ അൽ ബുർഹാൻ എന്ന് പറയുന്ന ഷിയ തഫ്സീറിൽ, മജ്ലിസിയുടെ ബിഹാറുൽ അൻവാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നൽകിയ വ്യാഖ്യാനം ലാ തത്തഖിദു ഇമാമൈനി ഇസ്നൈൻ, 2 ഇമാമുമാരെ നിങ്ങൾ സ്വീകരിക്കരുത്, ഇന്നമാ ഹുവ ഇമാമു വാഹിദ്, ഒരൊറ്റ ഇമാം അഥവാ അലി മാത്രമാണ് ഇമാമായിട്ടുള്ളത് എന്നതായിരുന്നു. അങ്ങനെയായിരുന്നു അവർ പ്രമാണങ്ങളെ എറിഞ്ഞത്. മുഅ്തസിലിയ കക്ഷികൾ ബുദ്ധിയുടെ മേൽവിലാസം പേറി വന്നു. അംർ ബിൻ ഉബൈദുള്ള അൽ മുഅ്തസിലി എന്ന് പറയുന്ന വ്യക്തിയോട് ഒരു ഹദീസ് വന്ന് ചിലർ കേൾപ്പിച്ചു. അപ്പോൾ ആ ഹദീസിനെ കുറിച്ച് അംർ ബിൻ ഉബൈദുള്ള എന്ന് പറയുന്ന മുഅ്തസിലി പ്രതികരിച്ചത്, ഈ ഹദീസ് അള്ളാഹുവാണ് എന്റെ അടുക്കൽ കൊണ്ടുവരുന്നത് എങ്കിൽ ഞാൻ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവെ, ഈ ഹദീസ് സ്വീകരിക്കുന്ന വിഷയത്തിൽ നീ ഞങ്ങളോട് കരാറ് വാങ്ങിയിട്ടില്ല. മാ അഖത്തന അലാ ഹാദാ മീസാഖന, അഥവാ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുതുകിൽ നിന്ന് ആദം സന്തതികൾ അള്ളാഹു സ്വീകരിച്ച് കരാറ് വാങ്ങിയതിനെ കുറിച്ച് സൂറത്ത് ആറാഫിൽ പറയുന്നില്ല. വൈദ അഖദല്ലാഹു ബനി ആദം മിൻ ദുഹൂരിഹിം, വൈദ അഖദല്ലാഹു ബനി ആദം മിൻ ദുഹൂരിഹിം എന്ന് തുടങ്ങി സൂറത്ത് ആറാഫിൽ പറയുന്ന ആ കരാറിനെ കുറിച്ച് പറയാണ്. ഈ വിഷയത്തിൽ, ഈ ഹദീസിന്റെ വിഷയത്തിൽ അള്ളാഹുവെ നീ ഞങ്ങളിൽ നിന്ന് കരാറ് വാങ്ങിയിട്ടില്ലല്ലോ എന്ന് ഞാൻ പറയും. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഈ ഹദീസ് എന്റെ അടുക്കൽ കൊണ്ടുവരുന്നത് എങ്കിൽ ഞാൻ റസൂലുള്ളാഹിനോട് പറയും, റസൂലുള്ളാഹിന്റെ ഹദീസ് റസൂലുള്ളാഹിയിലേക്ക് തന്നെ ഞാൻ തിരിച്ചേൽപ്പിക്കും. ഇനി ആമശാണ് ഈ ഹദീസ് എന്റെ അടുക്കൽ കൊണ്ടുവരുന്നതെങ്കിൽ, സുലൈമാൻ ബിൻ മഹ്റാൻ എന്ന് പറയുന്ന മുഹദ്ദിസായ ഹദീസ് പണ്ഡിതനാണ് ഈ ഹദീസ് കൊണ്ടുവരുന്നത് എങ്കിൽ ലകദ്ദബ്തുഹു, ഞാൻ ആമശിനെ കളവാക്കും എന്ന് പറഞ്ഞ് ഹദീസിനെ തള്ളുന്ന
മുഅ്തസിലിയത്തിന്റെ ആളുകൾ ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ട്. പല ലക്ഷ്യങ്ങളാൽ പ്രമാണങ്ങളെ തള്ളുന്ന, അവഗണിക്കുന്ന, പരിഹസിക്കുന്ന പല കക്ഷികളും ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ട്. അതിൽ ചില ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു എന്ന് മാത്രം. ആധുനിക യുഗത്തിൽ ഇതിന്റെ പുതിയ ഒരു മോഡൽ വന്നത് അൽ മദ്രസത്തുൽ അഖലിയ, ഇന്റലക്ച്വൽ മൂവ്മെന്റ് എന്ന പേരിലാണ്. പ്രമാണങ്ങളെ ബുദ്ധി കൊണ്ട് അളക്കുകയും തൂക്കുകയും തങ്ങളുടെ ബുദ്ധിക്ക് നിരക്കുന്നില്ല, ഒക്കുന്നില്ല എന്നത് കാരണത്താൽ പല ന്യായങ്ങൾ പറഞ്ഞ് പ്രമാണങ്ങളെ തള്ളുന്ന സ്ഥിതിവിശേഷം, അല്ലെങ്കിൽ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതിനെ തള്ളുന്ന, പരിഹസിക്കുന്ന സ്ഥിതിവിശേഷം. അങ്ങനെയാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതായ വചനങ്ങളിൽ അള്ളാഹുവിന്റെ മുറാദിനെ തകിടം മറിച്ചുകൊണ്ട് പല ആളുകളും നമ്മുടെ നാടുകളിലാവട്ടെ പുറം നാടുകളിലാകട്ടെ ഉണ്ടായത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകടിപ്പിച്ച പല മുഅ്ജിസത്തിനെയും കളവാക്കിയവർ, ദുർവ്യാഖ്യാനിച്ചവർ മുസ്ലിം നാടുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അഹ്മദ് അൽ അമീനെ പോലുള്ള, അലി തസ്താവിയെ പോലുള്ളതായ, തഹ ഹുസൈനെ പോലുള്ളതായ ആളുകൾ, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും മറ്റുമൊക്കെ ജനതയെ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചത് ആ നാടിനെ കീഴ്മേൽ മറിച്ചാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അവർക്ക് അന്ധത നൽകി, അവരെ കീഴ്മേൽ മറിച്ചിട്ടു, അവർക്ക് ഹിജാറത്ത് മിൻ സിജ്ജീൽ, ചുടുകട്ടയുടെ മഴ അവരുടെ മേൽ വർഷിപ്പിച്ചു എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പല ശിക്ഷകൾ കൊണ്ട് അവരെ നശിപ്പിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ ഈ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആളുകൾ പറയുന്നത് അതൊരു തരം വൈറസിനെ നിയോഗിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിക്കുകയാണ് ഉണ്ടായത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വടിയിട്ട് ആ വടി പാമ്പായതിനെ നിഷേധിച്ചവർ, അതേപോലെ തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ ഉറുമ്പ് സംസാരിക്കുക എന്ന് പറഞ്ഞ് അതിന് നംലത്ത് ഗോത്രക്കാരി ഒരു പെണ്ണ് സംസാരിച്ചു എന്ന് അള്ളാഹുവിന്റെ മുറാദിനെ തെറ്റിച്ച് ദുർവ്യാഖ്യാനിച്ച ആളുകൾ. അതൊക്കെയാണ് ഈ വർത്തമാന യുഗത്തിൽ ചില ഉദാഹരണങ്ങൾ. അതിൽ പിന്നെ പരിഹാസങ്ങൾ, കുത്തുവാക്കുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴികളെ മോശമായി അവതരിപ്പിക്കുന്ന ദുർവ്യാഖ്യാന പ്രവണതകൾ, അത് ആധുനിക യുഗത്തിൽ പലരാലും വ്യാപിക്കുകയാണ്. അതിന്റെ പല ഭാഗങ്ങളും നമ്മുടെ നാടുകളിലേക്കും വന്നു. എന്നുവെച്ചാൽ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾക്ക് പച്ചയായ ദുർവ്യാഖ്യാനം നമ്മുടെ നാടുകളിലുണ്ടായി. സി എൻ അഹമ്മദ് മൗലവി പോലുള്ളവർ അതിന്റെ ഉദാഹരണങ്ങൾ. ഹദീസുകളെ കൊച്ചാക്കുന്ന പ്രവണത അത് നമ്മുടെ നാടുകളിൽ ഉണ്ടായി. പലരുടെയും ചരിത്ര വിഷയത്തിൽ നമുക്കറിയാം. ചേകന്നൂർ മൗലവി അതിൽ അറിയപ്പെട്ട കഥാപാത്രമാണ്. ആ ചേകന്നൂർ മൗലവിയുടെ രോഗത്തിന്റെ ചൂടേറ്റ പല ആളുകളും നമ്മുടെ നാടുകളിലുണ്ട്. അവർ ആ ചുവടുവെപ്പിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായ സഹീഹായ ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ, നിങ്ങൾ കോഴി കൂവുന്നത് കേട്ടാൽ അള്ളാഹുവിന്റെ ഔദാര്യത്തെ തേടുക, കാരണം കോഴി മലക്കിനെ കണ്ടിരിക്കുന്നു. അപ്പൊ കോഴി കൂവുന്നത് കേട്ടാൽ അള്ളാഹുവിന്റെ ഔദാര്യം തേടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതിനെ പരിഹസിച്ച് കളിയാക്കി ഒരു പണ്ഡിതൻ പറഞ്ഞത്, എന്തുകൊണ്ട് കോഴി എപ്പോഴും കുരക്കുന്നില്ല എങ്കിൽ എല്ലാ മനുഷ്യന്റെ കൂടെയും ഓരോ മലക്കുണ്ട് എന്നാണല്ലോ പറയപ്പെട്ടിട്ടുള്ളത്. എല്ലാ മനുഷ്യന്മാരെ കാണുമ്പോഴും ആ കോഴി കുരക്കണ്ടേ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന, അത് കേട്ട് അനുയായികൾ കളിയാക്കുന്ന, അത് കേട്ട് അനുയായി വൃന്ദം പരിഹസിച്ച് പൊട്ടിച്ചിരിക്കുന്ന ദുരന്തമായ കാഴ്ച നമ്മൾ കണ്ടതാണ്.
നമ്മൾ അറിഞ്ഞതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുമൊഴിയിൽ അപ്രകാരം എന്താണ് പറഞ്ഞത്? മലക്കിനെ കാണുമ്പോഴൊക്കെ കോഴി കൂവും എന്ന് പറഞ്ഞിട്ടില്ല. കോഴി കൂവുന്നത് നിങ്ങൾ കേട്ടാൽ നിങ്ങൾ അള്ളാഹുവിന്റെ ഔദാര്യം തേടുക, കാരണം അതൊരു മലക്കിനെ കണ്ടിരിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. കോഴി കൂവുന്നത് കേൾക്കുമ്പോൾ അള്ളാഹുവിന്റെ ഒരു ഔദാര്യം തേടുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇദാ സമീഅതും നുബാഹൽ കൽബി വനഹീഖൽ ഹമീർ ഫസ്തഈദു ബില്ലാഹ്, നായ കുരക്കുന്നതും കഴുത ഓരിയിടുന്നത് നിങ്ങൾ കേട്ടാൽ അള്ളാഹുവോട് നിങ്ങൾ അഭയം തേടുക എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത് കേൾക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് അഭയം തേടുവാനാണ് പറഞ്ഞത്. പക്ഷേ ഹദീസുകളെ കളിയാക്കുകയും അതിന്റെ തേട്ടങ്ങളെ പരിഹസിക്കുകയും ചെയ്യുക എന്നുള്ളതായ മാരകമായ ഒരു രോഗം, അത് വ്യാപകമാകുന്നതിൽ ഏറെ വിഷയം നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പ്രഭാതം പുലരുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ പ്രഭാതത്തിൽ 7 അജുവ കാരക്ക കഴിച്ചിട്ടുണ്ട് എങ്കിൽ ആ ദിവസം സിഹ്റ, വിഷമോ ഉപദ്രവമേൽപ്പിക്കുകയില്ല. സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും അടക്കം ധാരാളം റിപ്പോർട്ടുകൾ വന്ന ഹദീസാണ് സഹിയായ ഹദീസ്. ഈ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹ്റേറ്റു എന്ന് പറയുന്ന ഹദീസിനെ കൊണ്ടുവന്ന്, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയുമായിരുന്നില്ലേ 7 അജുവ തിന്നണമെന്നുള്ളത് എന്ന് പറയുക, എന്നിട്ട് ചിരിക്കുക, ആളുകളെ ചിരിപ്പിക്കുക. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വല്ലതും ഇവനും 7 അജുവ കാരക്ക കഴിച്ചിട്ടുണ്ടെങ്കിൽ സിഹ്ർ ഏൽക്കുകയില്ല, സഹിറും വിഷവും ഉപദ്രവം ഏൽപ്പിക്കുകയില്ല എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗൈബ് അറിയുന്ന പ്രവാചകനല്ല, തനിക്ക് പകലിൽ സിഹ്ർ ഏൽക്കും എന്നുള്ള വിവരം അറിയുന്നവനായിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഗൈബ് അറിയുന്ന പ്രവാചകനായിരുന്നുവെങ്കിൽ, പക്ഷെ റസൂൽ എന്താ പറഞ്ഞത്? വലൗ കുൻതു അഅലമുൽ ഗൈബ് ലസ്തക്സർതു മിനൽ ഖൈർ, എനിക്ക് ഗൈബ് അറിയുമായിരുന്നുവെങ്കിൽ ഞാൻ എത്രയോ നന്മകൾ അധികരിപ്പിക്കുമായിരുന്നു എന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. വമാ മസ്സനിയസു, എനിക്ക് ദുരിതം എന്നെ ബാധിക്കുമായിരുന്നില്ല എന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഈ വചനങ്ങളുടെ ഒന്നും തേട്ടങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ ഹദീസുകളെ എടുത്തിടുക, എന്നിട്ട് ചില വാദങ്ങൾ അവതരിപ്പിക്കുക, ചിരിക്കുക, ആളുകളെ കൊണ്ട് ചിരിപ്പിക്കുക, ഈ ഒരു രീതി അത് വളരെ ഗൗരവമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൂർവ്വകാലത്തുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സലഫിയത്തിന്റെ ഉലമാക്കൾക്ക് പരിചയമില്ലാത്ത ഒരു രീതിയാണ് പ്രമാണങ്ങളെ പരിഹസിക്കുക, കൊച്ചാക്കുക, പ്രമാണങ്ങളുടെ തേട്ടങ്ങൾ അഥവാ അള്ളാഹുവിന്റെ മുറാദ് അനുസരിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവരണം അനുസരിച്ച്, പൂർവികരുടെ ഫഹം ഗ്രാഹ്യത അനുസരിച്ച് മനസ്സിലാക്കുക എന്നുള്ളതായ ആ രീതിയെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ളതായ പ്രമാണങ്ങളോടുള്ള സമീപനം. നമ്മുടെ പൂർവികരായ മുൻഗാമികൾ പ്രമാണങ്ങളുടെ മുമ്പിൽ അവരുടെ സമീപനം എന്തായിരുന്നു? ഖറാഷ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു തന്റെ ഒരു അടുത്ത ബന്ധുവിനോടൊപ്പം ഒരിടത്തിരിക്കുമ്പോൾ ആ ഖറാഷിന്റെ ബന്ധു തന്റെ കൈവിരലുകൾക്കിടയിൽ ചെറിയ കല്ല് വെച്ച് മുടിച്ചെറിയുന്നത് കണ്ടു. ആളുകൾ ഈ കുട്ടികൾ കൂട്ടിയെറിയുന്നത് പോലെ. അതിന് ഖൽഫ് എന്നാണ് അറബിയിൽ പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഖൽഫിനെ വിരോധിച്ചിട്ടുണ്ട്. കല്ല് അലക്ഷ്യമായി വിരലുകൾക്കിടയിൽ വെച്ചിട്ട് എറിഞ്ഞു കളിക്കുന്നതിനെ റസൂലുള്ളാഹി വിരോധിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ എറിഞ്ഞാൽ ആളുകളുടെ കണ്ണ് പോകും, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതിന് വേട്ടുമൃഗത്തെ കൊല്ലുകയോ ഒരു ഉപകാരമോ ചെയ്യൂല, ഉപദ്രവേ ഉള്ളൂ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ വിരോധിച്ചു. ഈ ഖറാഷ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു തന്റെ ബന്ധുവിനോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ എറിയരുത്, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിരോധിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇത് പറഞ്ഞ് ഖറാഷ് ആ കുട്ടിയെ തടഞ്ഞു, അല്ലെങ്കിൽ ആ വ്യക്തിയെ തടഞ്ഞതിന് ശേഷം അവിടെ ഇരിക്കുമ്പോൾ ഈ കുട്ടി വീണ്ടും, അല്ലെങ്കിൽ ഈ വ്യക്തി വീണ്ടും കല്ലെടുത്ത് വിരലുകൾക്കിടയിൽ വെച്ച് ഖറാഷ് തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന തക്കത്തിൽ വീണ്ടും എറിയാൻ തുടങ്ങിയപ്പോൾ അത് ഖറാഷ് വളരെ ഗൗരവത്തിൽ കണ്ടു. അദ്ദേഹം പറഞ്ഞത് എന്താ?
വല്ലാഹി ലാ അഷ്ഹദു ലക ജനാസ വല അഊദുക ഫീ മറദ് വല ഉകല്ലിമുക അബദ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വചനം ഞാൻ നിന്നെ കേൾപ്പിച്ചു ഖദ്ഫിനെ വിരോധിച്ചതിന്റെ പേരിൽ. എന്നിട്ട് ആ വചനത്തെ മുഖവിലക്കെടുക്കാതെ വീണ്ടും നീ ഈ എറിഞ്ഞതിനാൽ അള്ളാഹുവാണ് സത്യം, ലാ ഉഷ്ഹിദു ലക ജനാസ, നിന്റെ ജനാസയിൽ ഞാൻ സംബന്ധിക്കുകയില്ല, നീ മരിച്ചാൽ ജനാസയിൽ ഞാൻ പങ്കെടുക്കൂല. വല അഊദുക ഫീ മറദ്, നീ രോഗിയായാൽ നിന്നെ ഞാൻ സന്ദർശിക്കൂല. വല ഉകല്ലിമുക അബദ, ഇനി ഒരിക്കലും ഞാൻ നിന്നോട് സംസാരിക്കുകയില്ല. ചില റിപ്പോർട്ടുകളിൽ വല യുദില്ലുനി വ ഇയ്യാക സഖ്ഫുൻ വാഹിദ്, ഒരു മേൽക്കൂരക്ക് താഴെ ഇനി ഞാനും നീയും അന്തി ഉറങ്ങുന്ന പ്രശ്നവുമില്ല എന്ന് ഖറാഷ് പറയുകയുണ്ടായി എന്നാണ്. നോക്കൂ നിങ്ങൾ, പ്രമാണങ്ങളെ നിസ്സാരഭാവത്തിൽ കണ്ടതിന് പൂർവികരുടെ പ്രതികരണമാണ്, നിസ്സാരഭാവത്തിൽ കണ്ടതിനോടുള്ള പൂർവികരുടെ പ്രതികരണമാണ്. അപ്പോൾ പ്രമാണങ്ങളെ വലിച്ചെറിയുന്ന, പ്രമാണങ്ങളെ കാറ്റിൽ പറത്തുന്ന, പ്രമാണങ്ങളെ തോട്ടിലേക്ക് എറിയണമെന്ന് പറയുന്ന, പ്രമാണങ്ങളെ അവതരിപ്പിച്ച് ചിരിക്കുന്ന, പരിഹസിക്കുന്ന ആളുകളുടെ വിഷയത്തിൽ നമ്മുടെ സച്ചരിതരുടെ നിലപാട് എങ്ങനെയായിരിക്കും? ദീനിൽ ഒരു പ്രമാണവചനം സ്ഥിരപ്പെട്ടാൽ സമിഅന വഅതഅന, ഞങ്ങളത് കേട്ടിരിക്കുന്നു, ഞങ്ങളതിന് വഴിപ്പെട്ടിരിക്കുന്നു എന്നതായിരുന്നു നമ്മുടെ പൂർവികരുടെ മുദ്രാവാക്യം. അതിൽ വിശുദ്ധ ഖുർആനാണ് ഹദീസുകളാണ് എന്നുള്ള വ്യത്യാസം നമ്മുടെ മുൻഗാമികൾക്കുണ്ടായിരുന്നില്ല. അള്ളാഹുവിൽ നിന്നുള്ള വഹയാണ് എന്നതായിരുന്നു അവരുടെ വിഷയം. വഹയായി ഖുർആനുമുണ്ട്, ഖുർആന് പോലെ തന്നെ സ്വതന്ത്ര അസ്തിത്വമുള്ള ദീനിന്റെ രണ്ടാമത്തെ പ്രമാണമായ സുന്നത്തുമുണ്ട്. സുന്നത്തിനെ മുതവാത്തിറെന്നോ ആഹാദെന്നോ രണ്ടായി വിഭജിച്ച് മുതവാത്തിറിനെ ഉൾക്കൊള്ളുകയും ആഹാദിനെ തള്ളുകയും ചെയ്യുന്ന ഒരവസ്ഥ വരെ പൂർവികർക്കുണ്ടായിരുന്നില്ല. സഹാബികൾക്കും താബികൾക്കും അങ്ങനെ ഒരു വിഭജനം തന്നെ പരിചയമുണ്ടായിരുന്നില്ല എന്നാൽ ഹാഫിദ് ഇബ്നു ഹജർ രേഖപ്പെടുത്തിയത് കാണുവാൻ സാധിക്കും. മുതവാത്തിർ എന്ന് പറഞ്ഞാൽ ധാരാളം പരമ്പരകളിലൂടെ ഒരിക്കലും കളവിൽ സംഗമിക്കാൻ സാധ്യമില്ലാത്ത വിധം ധാരാളം ആളുകളിലൂടെ ഉദ്ധരിക്കപ്പെട്ടതായ ഹദീസ്. അഹാദ് എന്ന് പറഞ്ഞാൽ അപ്രകാരമല്ലാതെ വന്നതായ ഹദീസ്. ഇങ്ങനെയുള്ള ഒരു വിഭജനം പോലും പൂർവികർക്ക് ഉണ്ടായിരുന്നില്ല. പ്രത്യുത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സുരക്ഷിതമായ മാർഗത്തിലൂടെ വിശ്വസ്തന്മാരിലൂടെ റിപ്പോർട്ട് ചെയ്തോ ഇല്ലേ എന്നുള്ളതായിരുന്നു നോട്ടം. അങ്ങനെയാണ് എങ്കിൽ അത് സ്വീകരിക്കുകയായിരുന്നു നമ്മുടെ സച്ചരിതരുടെ പാതയും മാർഗവും. ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഓരോ വിഷയങ്ങളിലും ഒരൊറ്റ റാവി റിപ്പോർട്ട് ചെയ്ത ഹദീസ് സ്വീകരിച്ച സംഭവങ്ങൾ. അബ്ദുല്ലാഹ് ഇബ്നു ഉനൈസ് ഹൗദിന്റെ വിഷയത്തിൽ ജാബിർ റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ നീണ്ട യാത്ര നടത്തിയാണ് ജാബിറിൽ നിന്ന് ആ ഹദീസ് സ്വീകരിച്ച് മദീനയിലേക്ക് അബ്ദുല്ലാഹ് ഇബ്നു ഉനൈസ് മടങ്ങിയത്. അവിടെ ജാബിർ റളിയല്ലാഹു അൻഹു മാത്രം ഉണ്ടായത്. ഹദീസ് സ്വീകരിക്കാൻ പോയ ആള് അബ്ദുല്ലാഹ് ഇബ്നു ഉനൈസ് എന്ന് പറയുന്ന സഹാബിയാണ്. മനസ്സിലായില്ലേ? കുറേ ആളുകൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഇതേപോലെ തന്നെ ധാരാളം ഹൗദിന്റെ ഹദീസ് എന്ന് പറഞ്ഞാൽ അത് അഖീദയുമായി ബന്ധപ്പെട്ട, പരലോകവുമായി ബന്ധപ്പെട്ടുള്ള ഹദീസാണ്. അതിന് ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം ഖബർ അഹാദ് അഖീദയുടെ വിഷയത്തിൽ തീരെ സ്വീകാര്യമല്ല എന്ന് പറയുന്നവർക്ക് ഒരു മറുപടി കൂടിയാവുന്നതിന് വേണ്ടിയാണ്. അതൊരു ഒരൊറ്റ ഹദീസ് മാത്രമല്ല, ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ കാണുവാൻ സാധിക്കും. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പരലോകവുമായി ബന്ധപ്പെട്ടുള്ള, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ടുള്ള, മരണവും ഖബറുമായി ബന്ധപ്പെട്ടുള്ള ഉദ്ധരിക്കുന്ന ഹദീസുകളൊക്കെയും മുതവാത്തിറിന്റെ ഷർത്തുകളൊത്ത ഹദീസുകളല്ല, പ്രത്യുത
പിൽക്കാലത്ത് മുത്തവാത്തിറിന് പറയപ്പെട്ടതായ മാനദണ്ഡങ്ങൾ, ആ മാനദണ്ഡങ്ങൾ ഒത്ത സനദുകളോ മത്തിനോ ഉള്ളതായ ഹദീസുകളല്ല. പ്രത്യുത പിൽക്കാലത്ത് പണ്ഡിതന്മാർ ആഹാദിന് പറയപ്പെട്ടത്, ഖബറാഹാദിന് പറയപ്പെട്ടതായ മാനദണ്ഡങ്ങൾ ഒത്ത ഹദീസുകളാണ്. പക്ഷെ പണ്ഡിതന്മാർ അത് സഹീഹായ സനദിലൂടെ വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതായിരുന്നു അവർക്കതിനുള്ള നോട്ടം. അങ്ങനെയാണ് എങ്കിൽ അത് സ്വീകരിക്കുന്നതിൽ അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സഹീഹായ ഹദീസ് വന്നാൽ അത് ഖുർആനിന് ഒക്കുന്നുണ്ടോ ഇല്ലേ, ഖുർആനിനെതിരാകുന്നുണ്ടോ ഇല്ലേ എന്നുള്ള ഒരു നോട്ടം അത് പൂർവികർക്കുണ്ടായിരുന്നില്ല. ഒരു ഹദീസ് കിട്ടിയാൽ അത് ഖുർആനോട് തട്ടിച്ചു നോക്കിയതിനു ശേഷം മാത്രം സ്വീകരിക്കുക എന്നുള്ള നിലപാട് അപകടകരമായ നിലപാടാണ്. അങ്ങനെ ഒരു നിലപാട് പൂർവികർക്കുണ്ടായിരുന്നില്ല. പ്രത്യുത സഹീഹായ സനദിലൂടെ സുരക്ഷിതമായ മാർഗേണ ഹദീസ് എത്തിയാൽ ആ ഹദീസ് കൊണ്ട് അമലെടുക്കുക എന്നുള്ളതായിരുന്നു പൂർവികരുടെ നിലപാട്. ഒരു ഹദീസ് വന്നാൽ ഖുർആൻ മുഴുവൻ ഓതിയിട്ട് ഈ ഹദീസിന് ഖുർആൻ എതിരാകുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഹദീസ് ഈ ഖുർആനിലുള്ളതിന് മുഴുവൻ എതിരാകുന്നുണ്ടോ എന്നുള്ള ഒരു രീതി പൂർവികരുടെ രീതിയേ ആയിരുന്നില്ല. അങ്ങനെ പൂർവികർ മനസ്സിലാക്കിയിട്ടില്ല. കാരണം മനുഷ്യർ ആരുടെയെങ്കിലും വാക്കാണ് എങ്കിൽ അതിന്റെ ആവശ്യമുണ്ട്. കാരണം എന്താ, മനുഷ്യരിൽ നിന്നൊക്കെ തെറ്റും ശരിയും വരാൻ സാധ്യതയുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനം കുല്ലു യുഖ്ബലു മിൻ ഖൗലിഹി വയുറദ് ഇല്ലാ സാഹിബ് ഹാദൽ ഖബർ. മനുഷ്യർ ആരായാലും അവരുടെ വാക്കുകളിലൊക്കെ തള്ളാനും കൊള്ളാനും ഉണ്ടാകും. ഇല്ലാ സാഹിബ് ഹാദൽ ഖബർ, ഈ ഖബറിൽ കിടക്കുന്ന അള്ളാഹുവിന്റെ റസൂൽ ഒഴിച്ചെന്ന് ഇമാം മാലിക് പറഞ്ഞില്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് അത് കൊള്ളാനുള്ളതാണ്, സ്വീകരിക്കാനുള്ളതാണ്, അതിൽ തള്ളാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ് എന്ന് സ്ഥിരപ്പെട്ടാൽ പിന്നെ അത് ഖുർആനോട് തട്ടിച്ചോക്കിയതിനു ശേഷം സ്വീകരിക്കുക എന്നുള്ള ഒരു രീതി അത് പൂർവികരുടെ രീതിയല്ല. അത് ഹദീസ് നിഷേധിച്ച് ദീനിനെ ഉള്ളിൽ നിന്ന് നശിപ്പിക്കുവാൻ നേർച്ച എടുത്ത ഒരു വിഭാഗം ആളുകൾ കൊണ്ടുപിടിച്ച ഒരു രീതി മാത്രമാണ്. അവരുടെ നിയ്യത്ത് ഈ ദീന് തകർക്കുക എന്നുള്ളതാണ്. മനസ്സിലായി? അതുകൊണ്ടാണ് അവർ ഹദീസ് കേൾക്കുമ്പോഴത്തേക്ക് കിട്ടിയ ഹദീസിലേക്ക് ഖുർആന്റെ അടുത്തേക്ക് പായുന്നത്. അതിൽ ആത്മാർത്ഥതയായിരുന്നു അവർക്കുണ്ടായിരുന്നത് എങ്കിൽ അവർ സലഫുകളുടെ സച്ചരിതരുടെ ഈ മാർഗമാണ് അവലംബിക്കുക. ഹദീസിനോട് എതിരായി വരിക എന്നുള്ള വിഷയം ഇത്തരുണത്തിൽ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. കാരണം വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടെന്നൊരു നിലപാടാണ് പൊതുവിലുള്ളത്. ചില ഹദീസുകളുടെ ബാഹ്യങ്ങൾ പരസ്പരം വൈരുദ്ധ്യമാണെന്ന് അറിയിക്കുന്ന രീതിയിൽ വന്നേക്കാം. അതുകൊണ്ടാണ് ഇഖ്തിലാഫുൽ ഹദീസ് എന്ന പേരിൽ ഇമാം ഷാഫിക്ക് ഒരു ഗ്രന്ഥമുണ്ട്. അതുപോലെ മുഷ്കിലുൽ ആസാർ എന്ന പേരിൽ ഇമാം തഹാവിക്ക് ഒരു ഗ്രന്ഥമുണ്ട്. ആ വിഷയത്തിൽ തന്നെ ഇമാം ഇബ്നു ഖുതൈബക്ക്, അതേപോലെ പല പണ്ഡിതന്മാർക്കും ഗ്രന്ഥമുണ്ട്. അതെന്തിനാ? ഹദീസുകളൊക്കെ പലതും ഭയങ്കര വൈരുദ്ധ്യത്തിലാണുള്ളത്. അതുകൊണ്ട് ഹദീസൊക്കെ വൈരുദ്ധ്യമാണ്, ഇതിലൊന്നും ഇനി വിശ്വസിക്കേണ്ട കാര്യമല്ല എന്നുള്ളത് സ്ഥിരീകരിക്കാനല്ല. വൈരുദ്ധ്യം പറയപ്പെടാത്ത ഹദീസുകൾക്ക് കൂടി വൈരുദ്ധ്യത്തിന്റെ ഹുക്കുമ് ചാർത്തി അതിനെ കൂടി തള്ളാനുള്ളതല്ല. പിന്നെയോ ആ വിഷയത്തിലും ഇന്ന് നമ്മൾ പല ഹദീസുകളെയും മുന്നിലെടുത്ത് വെച്ചിട്ട് അതിനെ തോട്ടുക്കെറിയണം, ഇതിനെ ചളിയിലേക്ക് എറിയണം, ഇതിനെ വാറവലയായിട്ട് മുദ്രയടിക്കണം എന്ന് പറയാനല്ല. പിന്നെയോ സച്ചരിതനായ നമ്മുടെ മുൻഗാമികൾ എങ്ങനെയാണ് ഇത്തരം ഹദീസുകളെ സമീപിച്ചത് എന്നത് മനസ്സിലാക്കിയിട്ട് അത്തരം ഹദീസുകളെ കുറിച്ചുള്ള നമ്മുടെ നിലപാട് നമ്മൾ ഉറപ്പിക്കാനാണ്.
ഇമാം ഇബ്നു ഖുസൈമ റഹിമഹുള്ള പറഞ്ഞ ഒരു വചനം ഇത്തരുണത്തിൽ ഇപ്രകാരം ശ്രദ്ധേയമാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? ലാ ആരിഫു ഹദീസൈനി മുതമാദൈനി. ലാ ആരിഫു, എനിക്കറിയില്ല, ഹദീസൈനി മുതമാദൈനി, പരസ്പര വിരുദ്ധമായ രണ്ട് ഹദീസുകൾ. ഫമൻ കാന ഇൻദഹു, ഇനി വല്ലവന്റെയും അടുക്കൽ അങ്ങനെ വിരുദ്ധമായ രണ്ട് ഹദീസുകൾ ഉണ്ട് എങ്കിൽ ഫല്യഅ്തിനി ബിഹി, അയാൾ ആ ഹദീസ് എന്റെ അടുക്കൽ കൊണ്ടുവരട്ടെ. ലിഉഅല്ലിഫ ബൈനഹുമ, എന്ന ഞാൻ ആ രണ്ട് ഹദീസുകളെയും അയാൾക്ക് സംയോജിപ്പിച്ച് നൽകുന്നതാണ് എന്ന് പറഞ്ഞു. ഇമാം ഇബ്നു ഖുസൈമ റഹിമഹുല്ല പറയാണ്. ആരാ ഇമാം ഇബ്നു ഖുസൈമ? നമ്മൾ കേട്ടിട്ടുണ്ട് സഹീഹ് ഇബ്നു ഖുസൈമ. അഖീദയുടെ വിഷയത്തിൽ ഗ്രന്ഥങ്ങളുള്ള, ഹദീസിന്റെ വിഷയത്തിൽ ഗ്രന്ഥങ്ങളുള്ള വലിയ പണ്ഡിതനാണ് ഇമാം ഇബ്നു ഖുസൈമ. അദ്ദേഹം പറയാണ്, പരസ്പര വിരുദ്ധമായ രണ്ട് ഹദീസുള്ളത് എനിക്കറിയില്ല, ഇനി വല്ലവരത്തും ഉണ്ട് എങ്കിൽ അത് അയാൾ കൊണ്ടുവരട്ടെ, ഞാൻ അതിനെ ഒന്നിപ്പിച്ചു കൊടുക്കാം എന്നാണ് ഇമാം ഇബ്നു ഖുസൈമ റഹിമഹുല്ലാഹ് പറയുന്നത്. എന്നാൽ ഇന്ന് വിജ്ഞാനത്തിൽ നേരെ ചൊവ്വേ ഒരു ഗ്രന്ഥം വായിക്കാൻ പോലും നിവർന്നു നിൽക്കുന്ന കഴിയാത്ത ആളുകൾ പല ഹദീസുകളും പരസ്പര വിരുദ്ധമായ ഹദീസുകളായിട്ട് അവതരിപ്പിക്കുന്നത് കാണാൻ സാധിക്കും, ആളുകളെ കേൾപ്പിക്കുന്നത് സാധിക്കും. ഇതല്ലേ യഥാർത്ഥത്തിൽ പൂർവ്വകാലത്തുള്ള പല പണ്ഡിതന്മാരും ചില ഹദീസുകളെ കുറിച്ച് അവയുടെ ബാഹ്യം താറുവിനെ, പരസ്പര വ്യത്യാസത്തെ അറിയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഹദീസുകളല്ല ഇത്തരക്കാർ കൊണ്ടുവരുന്നത്. പിന്നെയോ പണ്ഡിതന്മാർ താറുത്, പരസ്പര വൈരുദ്ധ്യമോ വ്യത്യാസമോ കാണാത്ത ഹദീസുകളെയാണ് ഇവർ വലിച്ചു കൊണ്ടുവന്നിട്ട് സമൂഹ മധ്യത്തിൽ ആളാകാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നേര്. ഇബ്നു ഖുസൈമയുടെ വാക്കിനോടൊപ്പം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല പറഞ്ഞ ഒരു വചനം വളരെ ശ്രദ്ധേയമാണ്. എന്താ ഇബ്നു തൈമിയ റഹിമഹുല്ല പറഞ്ഞത്? ലാ യജൂസു അൻ യൂജദ ഫി ശറഇ ഖബറാനി മുതആരിദാനി മിൻ ജമീഇൽ വുജൂഹ്. ലാ യജൂസ്, അനുവദനീയമല്ല, അൻ യൂജദ ഫി ശറഇ, ശറഇൽ കാണപ്പെടുക എന്നുള്ളത്, ഖബറാനി മുതആരിദാനി, പരസ്പര വിരുദ്ധമായ രണ്ട് ഹദീസുകൾ, രണ്ട് ഖബറുകൾ, മിൻ ജമീഇൽ വുജൂഹ്, എല്ലാ നിലക്കും പരസ്പര വിരുദ്ധമായ രണ്ട് ഖബറുകൾ കാണുക എന്നുള്ളത് അത് ഉണ്ടാവൂല. ലാ യജൂസ് എന്നാണ്, പാടുള്ളതല്ല. വലൈസ മഅ അഹദിഹിമാ തർജീഹു യുഖദ്ദമു ബിഹി, ഏത് നിലക്ക്? ഒന്നിന് തർജീഹ്, പ്രബലത കൽപ്പിക്കുകയും ആ പ്രബലത കൽപ്പിക്കപ്പെട്ടത് എടുക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരവസ്ഥയില്ലാതെ പരസ്പര വിരുദ്ധമായ രണ്ട് ഖബറുകൾ കാണുകയില്ല എന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞൊരു വചനം ഇതേപോലെ ശ്രദ്ധേയമാണ്. വഅമ്മ ഹദീസാനി സഹീഹാനി സരീഹാനി മുതനാഖിദാനി മിൻ കുല്ലി വജ്ഹ് ലൈസ അഹദുഹുമാ നാസിഖൻ ലിൽ ആഖർ ഫഹാദാ ലാ യൂജദു അസ്ലാൻ. സഹീഹായ സ്വരീഹായ, ശരിയും വ്യക്തവുമായ രണ്ട് ഹദീസുകൾ, എങ്ങനെ? മുതനാഖിദാനി, പരസ്പര വിരുദ്ധമായിട്ട്, മിൻ കുല്ലി വജ്ഹ്, എല്ലാ നിലക്കും, ലൈസ അഹദുഹുമാ നാസിഖൻ ലിൽ ആഖർ, ഒന്ന് മറ്റൊന്നിനെ ദുർബലപ്പെടുത്താത്ത നിലക്ക്, ഫഹാദാ ലാ യൂജദു അസ്ലാ, അതൊരിക്കലും കാണപ്പെടുകയില്ല. വമഅദല്ലാഹി അൻ യൂജദ ഫീ കലാമി സാദിഖിൽ മസ്ദൂഖ് അല്ലദീ ലാ യഖ്റുജു മിൻ ബൈനി ശഫതൈഹി ഇല്ലൽ ഹഖ്. ഇരു ചുണ്ടുകൾക്കിടയിൽ നിന്നും സത്യം മാത്രമല്ലാതെ വരികയില്ലാത്ത അസാദിഖുൽ മസ്ദൂഖ്, സത്യം പറയുന്ന, സത്യപ്പെടുത്തപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു വചനം വരുന്നതിൽ, മഅദല്ലാഹ്, വരുമെന്ന് പറയുന്നതിൽ ഞാൻ അള്ളാഹുവോട് അഭയം തേടുന്നു എന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്. നോക്കി നിങ്ങൾ, എത്ര സൂക്ഷ്മമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളെ വിരുദ്ധമാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന വിഷയത്തിൽ പൂർവികരുടെ നിലപാട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉണ്ടാവുകയില്ല. സഹീഹായി സരീഹായി, ഒന്നൊന്നിന് നസ്ഖല്ലാത്ത വിധം വിരുദ്ധമായ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അങ്ങനെ ഉണ്ടാവുകയില്ല, അങ്ങനെയുള്ള ഹദീസുകളില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ നമ്മളെ പല ആളുകളും വിശുദ്ധ ഖുർആന്റെ ആയത്ത് എടുത്തു വെക്കുക, എന്നിട്ട് സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് കൊണ്ടുവരിക. കണ്ടോ, ഖുർആൻ പറഞ്ഞതിന് നേരെ എതിരാണ് ബുഖാരിയിലെ ഹദീസ്, അതുകൊണ്ട് തോട്ടക്ക്. അല്ലെങ്കിൽ സഹീഹുൽ ബുഖാരിയിലെ ഒരു ഹദീസ്, എന്നിട്ട് വേറൊരു ഹദീസ് കൊണ്ടുവരിക. കണ്ടോ, ഈ ഹദീസിനെതിരാകുന്നു, അതുകൊണ്ട് ഇത് വാറോല, എന്നിട്ട് ആളുകൾ ചിരിക്കുക, മൂപ്പരും ചിരിക്കുക. മനസ്സിലായി? ഇങ്ങനെയുള്ള
നിലപാടുകളെന്ന് ആലോചിച്ച് നോക്കൂ, എത്ര പരിതാപകരവും എത്ര അപകടകരവുമാണ് എന്നുള്ളത്. ഇനി ബാഹ്യം പരസ്പരം എതിരാണെന്ന് തോന്നുന്നതായ ഹദീസുകളെ വരെ എങ്ങനെയാണ് പണ്ഡിതന്മാര് സമീപിച്ചിട്ടുള്ളത്? ബാഹ്യം പരസ്പരം എതിരാണെന്ന് തോന്നുന്നതായ ഹദീസുകൾ, ചില ഹദീസുകൾ അങ്ങനെയുണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഏത് നിലപാടാണ് സ്വീകരിച്ചത്? ആ നിലപാട് തന്നെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇന്നുണ്ടായൊരു മസ്അലല്ല, പ്രത്യുത പൂർവ്വകാലത്തുള്ള മസ്അലയാണ്. അതിനെ പൂർവ്വകാലത്തുള്ള പണ്ഡിതന്മാർ തന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഒതു ചെയ്ത വ്യക്തികൾ ലൈംഗികാവയവം സ്പർശിച്ചാൽ ഒതു നഷ്ടപ്പെട്ട് ഒതു പുതുക്കണോ വേണ്ടേ എന്ന വിഷയത്തിൽ തൽഖിൽ നിന്നുള്ള ഹദീസുണ്ട്, അതേപോലെ തന്നെ ബുസറയിൽ നിന്നുള്ള ഹദീസുണ്ട്. ഒരു ഹദീസ് തേടുന്നത് ഒതു പുതുക്കണം എന്നുള്ളതാണ്, മറ്റേ ഹദീസ് തേടുന്നത് ഒതു നഷ്ടമാവുകയില്ല എന്നുള്ളതാണ്. ഇത്തരം ഹദീസുകളെ പണ്ഡിതന്മാർ സമീപിച്ചത് എങ്ങനെയാണ്? പണ്ഡിതന്മാർ സമീപിച്ചത് അതിൽ ജംഅന്റെ വജ്ഹിനെയാണ്. ഈ ഹദീസുകളുടെ തേട്ടങ്ങളെ എങ്ങനെ ക്രോഡീകരിക്കുവാൻ സാധിക്കും? ഹദീസുകൾ കൊണ്ട് അമലെടുക്കുക എന്നുള്ളതാണ്. ഇഅ്മാലാണ് ഇഹ്മാലിനേക്കാൾ ഔല എന്നുള്ളതാണ്. അഥവാ അങ്ങനത്തെ ഹദീസുകൾ വരികയാണെങ്കിൽ അതുകൊണ്ട് ഹദീസ് കൊണ്ട് അമലെടുക്കുകയാണ് വേണ്ടത്. ഹദീസിനെ അതാണ് ഇഅ്മാൽ. ഏതിനേക്കാൾ? ഇഹ്മാലിനേക്കാൾ, രണ്ട് ഹദീസിനെയും മാറ്റിയേക്കുന്നതിനേക്കാൾ. മനസ്സിലായില്ലേ? ഇത് രണ്ടും അതിന്റെ പ്രത്യക്ഷം അറിയിക്കുന്നത് വിരുദ്ധ ആശയമാണ്. അതുകൊണ്ട് ഇത് രണ്ടും നമുക്ക് വേണ്ട. അതല്ല, പിന്നെയോ അതിനെ ഇഹ്മാൽ ചെയ്യുന്നതിനേക്കാൾ അതുകൊണ്ട് ഇഅ്മാൽ അമലെടുക്കുകയാണ് വേണ്ടത്. അതിന് പണ്ഡിതന്മാർ സ്വീകരിച്ച നിലപാടെന്താ? ഒന്ന് ജമ ചെയ്യുക, അല്ലെങ്കിൽ നസ്ഖ് നോക്കുക. വിധി ഒരു ഹദീസിന്റെ വിധിയെ ദുർബലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നോക്കുക. അതില്ല എങ്കിൽ തർജീഹ് ചെയ്യുക എന്ന് പറയും. തർജീഹ് ചെയ്ത് റാജിഹായത് സ്വീകരിക്കുക. അതിന്റെ ഇൻഷാ അല്ലാഹ് അതിന്റെ ചില ഭാഗങ്ങൾ ഞാനിവിടെ വിശദീകരിക്കാം. മനസ്സിലായില്ലേ? ഈ രീതിയിലുള്ള സമീപനം സ്വീകരിച്ചാൽ പരിഹരിക്കപ്പെടാത്ത ഒരൊറ്റ ഹദീസുമില്ല, ഒരു വിഷയവുമില്ല. ഇനി വല്ല ഹദീസിലും അങ്ങനെ പരിഹരിക്കപ്പെടാത്ത ഒരു സ്ഥിതിവിശേഷം ഏതെങ്കിലും ഒരാൾക്ക് തോന്നുന്നുവെങ്കിൽ അയാൾ ആ ഹദീസിന്റെ വിഷയത്തിൽ തവഖുഫ് ആകുകയാണ് വേണ്ടത്. എനിക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാത്തതിനാലായിരിക്കും. നമുക്ക് തവഖുഫ് ചെയ്യാം. നമ്മളൊരു നിലപാട് പറയേണ്ടതില്ല. ഏതെങ്കിലും ഒരു പണ്ഡിതൻ ആ വിഷയത്തിൽ ഒരു ഇൽമ് പറയാതിരിക്കില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാതിരിക്കില്ല. അതുവരെ അറിയുന്നത് വരെ നമുക്ക് ആ ഹദീസിന്റെ വിഷയത്തിൽ തവഖുഫ് സ്വീകരിക്കാമെന്ന് പറയുകയാണ് വേണ്ടത്. എന്നാലും പരിഹസിക്കുന്ന, കൊച്ചാക്കുന്ന, ചെറുതാക്കുന്ന ഒരു രീതി അത് പൂർവികരുടെ ചരിത്രത്തിൽ വന്നു പോയിട്ടേയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് രണ്ട് ഹദീസുകളിൽ പണ്ഡിതന്മാർ പറഞ്ഞതായ രീതി? ബാഹ്യം നമുക്ക് എതിരായി തോന്നുന്ന രീതിയിലാണ് രണ്ട് ഹദീസുകൾ വന്നിട്ടുണ്ടെങ്കിൽ ജമ്മിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ രണ്ട് ഹദീസുകളുടെയും ദലാലത്തുകളുണ്ടല്ലോ, തേട്ടം അറിയിക്കുക, അവയെ ജമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒന്നുകിൽ ഒരു ഹദീസ് അത് മുഖയ്യദായിരിക്കും, മറ്റൊരു ഹദീസ് മുതലഖായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒന്ന് ഉപാധി വെച്ച് പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ മറ്റേത് ഒന്നിനെ ഉപാധി വെച്ച് പറയുന്നതായിരിക്കും. ഇപ്പൊ ഞാനൊരു ഉദാഹരണത്തിന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ അലാ ഫസൂറുഹ.
ഞാൻ നിങ്ങളെ തൊട്ട് ഞാൻ ഖബർ സിയാറത്ത് വിരോധിച്ചിരുന്നു, ഇനി നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്തു കൊള്ളുക. ഇപ്പൊ ആദ്യ വചനം ഹദീസിന്റെ ആദ്യ ഭാഗം എന്താ? കുൻതു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂർ. ഖബർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്ദർശിക്കുന്നത് വിരോധിച്ചിരുന്നു, വിരോധാണ് തരുന്നത്. രണ്ടാമത്തെ ഭാഗം അലാ ഫസൂറുഹ, ഇനി നിങ്ങൾ ഖബർ സന്ദർശിച്ചു കൊള്ളുക. സൂറുൽ ഖുബൂർ, ചില റിപ്പോർട്ടുകൾ കാണാം നിങ്ങൾ ഖബർ സന്ദർശിച്ചോളി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഫൈനഹാ തുദക്കിറുൽ മൗത്ത്, കാരണം അത് മരണത്തെ ഓർമ്മിപ്പിക്കും. ഇവിടെ ഒരു ഹദീസിൽ വിരോധമാണുള്ളത്, മറ്റൊരു ഹദീസിൽ പിന്നെ സിയാറത്ത് ചെയ്യാനുള്ള കൽപ്പനയാണുള്ളത്. എന്താ പണ്ഡിതന്മാര് പറഞ്ഞത്? ഈ ഹദീസിന്റെ രണ്ടിന്റെയും സാഹചര്യം അറിഞ്ഞിട്ടുണ്ട്, ചരിത്രം അറിയാം. ഒന്ന് ആദ്യ കാലഘട്ടത്തിലാണ്, മറ്റേത് പിൽക്കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നസ്ഖാണ്, രണ്ടാമത്തെ ഘട്ടമാണ് ഈ ഹദീസിന്റെ വിഷയത്തിലുള്ളത്. എന്താ നസ്ഖ്? അതായത് പിന്നീട് വന്ന വചനം ആദ്യം വന്ന വചനത്തിന്റെ വിധിയെ ദുർബലപ്പെടുത്തിയിരിക്കുന്നു, നസ്ഖ് ചെയ്തിരിക്കുന്നു. അപ്പൊ രണ്ട് ഹദീസും ഇസ്ലാമിൽ സ്വീകാര്യാണ്. ഒന്ന് ആദ്യം പറഞ്ഞതാണ്, അതിന്റെ വിധിയെ രണ്ടാമത്തെ ഹദീസ് നസ്ഖ് ചെയ്തു. ഇത് രണ്ടാമത്തെ നിലപാടാണ്. അതായത് ജമ്മല്ല നസ്ഖാണ് അത്തരം താറുന്നതിന്റെ വിഷയത്തിൽ നോക്കേണ്ടത് എന്ന് പറയുന്ന രണ്ടാമത്തെ ആ ഘട്ടത്തെയാണ് അറിയിക്കുന്നത്. ഹനഫികൾക്കിടയിലും ഷാഫികൾക്കിടയിലും ഈ വിഷയത്തിൽ വീക്ഷണ വ്യത്യാസമുണ്ട്. അഥവാ താറുല് പ്രത്യക്ഷത്തിൽ എതിര് തോന്നുന്നതായ ഹദീസുകളെ ആദ്യം അതിൽ നസ്ഖാണോ പ്രയോഗവൽക്കരിക്കേണ്ടത്, അതല്ല ജമ്മാണോ പ്രയോഗവൽക്കരിക്കേണ്ടത്? ഹനഫികൾ പറയുന്നത് നസ്ഖാണ് പ്രയോഗവൽക്കരിക്കേണ്ടത്, ഷാഫികൾ പറയുന്നത് ജമ്മാണ് പ്രയോഗവൽക്കരിക്കേണ്ടത്. ഏതായാലും രണ്ടായാലും നസ്ഖിനുള്ള ഉദാഹരണം അതാണ്. എന്നാൽ ജമ്മിനുള്ള ഉദാഹരണം എന്താ? ജമ്മിനുള്ള ഉദാഹരണങ്ങൾ ആ വിഷയത്തിൽ ധാരാളം കാണാൻ സാധിക്കും. മനസ്സിലായി? ഇപ്പൊ ഞാൻ പിന്നെ ലൈംഗിക അവയവം സ്പർശിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതായ രണ്ട് ഹദീസുകളുടെ വിഷയത്തിൽ വുദു പുതുക്കുകയാണ് വേണ്ടത് എന്ന വീക്ഷണത്തെ പല പണ്ഡിതന്മാരും പ്രബലപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? കാരണം ചിലര് പറഞ്ഞത് വികാരത്തോടു കൂടിയുള്ള സ്പർശനമാണ് അവിടെ ഉദ്ദേശം, വികാരമില്ലാത്ത സ്പർശനമാണ് വുദുവിനെ നഷ്ടപ്പെടാത്തത് എന്ന രീതിയിൽ ഫിഖ്ഹ് കൊണ്ട് ജമ്മ ചെയ്ത പണ്ഡിതന്മാരുണ്ട്. ചിലർ ബുസ്റയുടെ ഹദീസിൽ വുദു പുതുക്കണമെന്നറിയിക്കുന്ന റിപ്പോർട്ടിൽ അതിന്റെ റിവായത്തുകൾ കൂടുതലായത് കാരണത്താൽ ആരും നിലക്ക് ആ റിപ്പോർട്ടിനെ പ്രബലപ്പെടുത്തിയവരുണ്ട്. മനസ്സിലായില്ലേ? ഇങ്ങനെ ജമ്മ. അതേപോലെ തന്നെ മറ്റൊരു ഉദാഹരണം, ഇപ്പൊ റസൂൽ, ഞാൻ നേരത്തെ കേൾപ്പിച്ച അതേ ഉദാഹരണം തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ സിയാറത്തിനെ വിരോധിച്ചു. ആണിനും പെണ്ണിനും ഒരുപോലെയായിരുന്നു വിരോധം. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ സിയാറത്ത് അനുവദിച്ചു. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആണിന് മാത്രം എന്നല്ല, പിന്നെ ഫസൂറുഹ, നിങ്ങൾ സന്ദർശിച്ചു കൊള്ളുക എന്ന് മൊത്തത്തിലാണ് പറഞ്ഞത്. ഖബർ സിയാറത്ത് സ്ത്രീകൾക്ക് അനുവദനീയമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ ഈ ഒരു ഭാഗം കൊണ്ട് തെളിവെടുത്തു. വിരോധിച്ചത് ആണിനെ തൊട്ടും പെണ്ണിനെ തൊട്ടും ഒരുപോലെയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് കൽപ്പിച്ചപ്പോൾ ആണിന് മാത്രമല്ല കൽപ്പിച്ചത്, പിന്നെയോ പെണ്ണിനെ കൂടി കൽപ്പിച്ചതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ആ പണ്ഡിതന്മാർ പറഞ്ഞത്. മനസ്സിലായില്ലേ? അവർ തെളിവിന് കൂട്ടുപിടിക്കുന്ന വേറെയും തെളിവുകളുണ്ട്. സ്ത്രീകൾക്ക് ഖബർ സിയാറത്ത് ആകാവുന്നതാണ് എന്നത് അറിയിക്കുന്നത്. എന്നാൽ ഈ ഹദീസുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യുന്ന സ്ത്രീകളെ ശപിച്ചതായ ഹദീസുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുവാറാത്തിൽ ഖുബൂർ, അല്ലെങ്കിൽ അല്ലാഹു സുവാറാത്തിൽ ഖുബൂർ, ഖബർ സന്ദർശിക്കുന്ന സ്ത്രീകൾ അല്ലാഹു ശപിക്കട്ടെ എന്ന് പറഞ്ഞ ഹദീസുണ്ട്. മനസ്സിലായി? അപ്പോ ആ ഹദീസിന്റെ ബാഹ്യം അറിയിക്കുന്നത് വിരോധമാണ്. എന്നാൽ ഈ ഹദീസുകളുടെ ബാഹ്യം അറിയിക്കുന്നതോ അനുവദിക്കലാണ്. ഇപ്പോ ഒരു സ്ത്രീ ഖബറിന്റെ അടുത്തിരുന്ന് കരയുന്നത് കേട്ട് കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ത്രീയോട് ക്ഷമിക്കാൻ പറഞ്ഞു. അപ്പൊ ആ സ്ത്രീ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ചു. അവർക്കറിയില്ലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന്. പിന്നീട് ആ സ്ത്രീ ചെന്നിട്ട് റസൂലുള്ളാഹിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ക്ഷമാപണം നടത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമ സബ്റു ഇൻദ സദമത്തിൽ ഊല, ഒരു അപകടം പറ്റുമ്പോൾ അതിന്റെ ആദ്യത്തെ
ഘട്ടത്തിലാണ് ക്ഷമ വേണ്ടത് എന്ന് പറഞ്ഞു. ഇവിടെ ഖബർ സിയാറത്ത് സ്ത്രീകൾക്ക് അനുവദനീയമെന്ന് പറയുന്ന പണ്ഡിതന്മാർ കൂട്ടുപിടിച്ച ഹദീസാണിത്. അവർ പറഞ്ഞത് എന്താ? ഖബർ സിയാറത്ത് പാടില്ലായിരുന്നുവെങ്കിൽ റസൂൽ അതിനെയാണ് എതിർക്കുക. ഈ സ്ത്രീ കരഞ്ഞതിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത്? അവിടെ ഒച്ച വെച്ചതിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എതിർത്തത് എന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ അവർ കൂട്ടുപിടിക്കുന്ന തെളിവാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഞാൻ ഖബർ സിയാറത്ത് ചെയ്യുന്നുവെങ്കിൽ എന്ത് ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായ ദുആ. ഈ ഹദീസുകളുടെ ഒക്കെ ബാഹ്യം അറിയിക്കുന്നത് സിയാറത്ത് സ്ത്രീകൾക്ക് ആകാവുന്നതാണ് എന്നുള്ളതാണ്. അപ്പൊ പാടില്ല എന്ന് പറയുന്ന ഹദീസുകൾ ഉണ്ടല്ലോ, അതറിയിക്കുന്ന ബാഹ്യം അറിയിക്കുന്ന ഹദീസുകൾ, ഈ പിന്നെ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ഹദീസുകൾ, മനസ്സിലല്ലേ? എങ്ങനെയാണ് പണ്ഡിതന്മാർ അനുവദനീയമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അതിനെ ജമ്മ ചെയ്തത്? അതാണ് നമ്മുടെ വിഷയം. ജമ്മ ചെയ്തത് ഏതൊരു കാര്യത്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ സിയാറത്ത് നിഷിദ്ധമാക്കിയത്? ഖബറിന്റെ അടുത്ത് പോയിട്ട് ദീനിൽ പാടില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുക, അതേ ഖബറിനെ അടുത്ത് ചെന്ന് അട്ടഹസിക്കുക, നിലവിളിക്കുക, മനസ്സിലായില്ലേ? തിന്മകൾ ചെയ്യുക. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ സിയാറത്ത് വിരോധിക്കാൻ കാരണം. ആ രീതിയിലുള്ള സിയാറത്ത് നടത്തുന്ന സ്ത്രീകളാണ് അവിടെ ഉദ്ദേശം. എന്തിനാ സ്ത്രീകളെ പ്രത്യേകിച്ച് പറഞ്ഞത്? ഖബറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അരുതായ്മകൾ ചെയ്യുന്നത് കൂടുതൽ സ്ത്രീകളാണ്. അതുകൊണ്ട് അവരെ പ്രത്യേകം എടുത്ത് പറഞ്ഞു. യഥാർത്ഥത്തിൽ ആ ഹുക്കുമിൽ അങ്ങനെ ഖബർ സിയാറത്ത് ചെയ്യുന്ന പുരുഷന്മാരും പെടും എന്നുള്ളതാണ്. മനസ്സിലല്ലേ? അങ്ങനെയാണ് പണ്ഡിതന്മാർ ഇതിലെന്ത് ചെയ്തത്? ജമ്മ ചെയ്തത്. രണ്ട് ഹദീസുകൾ, രണ്ട് ദലാലത്തുകളുള്ളതായ ഹദീസുകളെയും ഇഹ്മാൽ ചെയ്യാതെ, അതുകൊണ്ട് റമാൽ അമലെടുക്കുക എന്നുള്ള ഒരു ജാനിബ്, മനസ്സിലായി, ആ ഭാഗത്തെ മുന്തിപ്പിക്കുന്നതിന് വേണ്ടി. മനസ്സിലായി? ഇതാണ് ജമ്മ ചെയ്യുക എന്ന് പറഞ്ഞത്. പരസ്പരം താറുന്ന് വൈരുദ്ധ്യം തോന്നിക്കുന്നതായ ഹദീസുകളെ ജമ്മ ചെയ്യുക. ആ വിഷയത്തിൽ വേറെയും ഹദീസുകൾ, അതേപോലെ തന്നെ അതിനുള്ള പണ്ഡിതന്മാരുടെ തൗജീഹുകളും കാണുവാൻ സാധിക്കും. ജമ്മ ചെയ്യുക അല്ലെങ്കിൽ നസ്ഖ്, താരീഖ് അറിയപ്പെട്ട ചരിത്രം അറിയുമെങ്കിൽ ആ ചരിത്രത്തെ ആസ്പദമാക്കിയിട്ട് പിന്നീട് വന്നതായ ഹദീസിനെ, ആദ്യം വന്ന ഹദീസിന്റെ ഹുക്കുമിനെ രണ്ടാമത് വന്ന ഹദീസിന്റെ ഹുക്കുമ് കൊണ്ട് ദുർബലപ്പെടുത്തുക. മനസ്സിലായില്ലേ? പിന്നെ പണ്ഡിതന്മാര് പറഞ്ഞു തർജീഹ്. അതാണ് അങ്ങനെ ഹദീസ് തോന്നുമെങ്കിൽ തർജീഹിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്താ തർജീഹ്? രണ്ടാൽ ഒരു ഹദീസിന്റെ ഭാഗത്തെ ശക്തിപ്പെടുത്തുക. ചില നിർണിത മാനദണ്ഡങ്ങൾ അതിന് പണ്ഡിതന്മാർക്കുണ്ട്. ഉദാഹരണത്തിന് ബരീറ റളിയല്ലാഹു തആല അൻഹയെ മോചിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിന്റെ ബാഹ്യം നോക്കിയാൽ, ബരീറ ഒരടിമ സ്ത്രീയായിരുന്നു. അവരെ മോചിപ്പിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് സ്വാതന്ത്ര്യം നൽകി. അവരുടെ ഭർത്താവിന്റെ കൂടെ ജീവിക്കാനും അല്ലെങ്കിൽ ഭർത്താവിനെ ഒഴിവാക്കി ജീവിക്കാനും. ഇവിടെ ഭർത്താവ് സ്വതന്ത്രനായിരുന്നോ അതല്ല ഭർത്താവ് അടിമയായിരുന്നോ എന്നതിൽ ഹദീസിന്റെ ലഫ്ലുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ഹദീസുകളിൽ കാണാൻ ഭർത്താവ് സ്വതന്ത്രനായിരുന്നു, ചില ഹദീസിന്റെ ലഫ്ലുകളിൽ കാണാൻ ഭർത്താവ് അടിമയായിരുന്നു. അപ്പൊ ബാഹ്യം കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും? അതിൽ താറും തോന്നും. ഇതിൽ അടിമ, മറ്റേല് സ്വതന്ത്രൻ. മനസ്സിലായില്ലേ? പണ്ഡിതന്മാർ ഈ ഹദീസിനെ സ്വീകരിക്കുന്ന വിഷയത്തിൽ എടുത്ത നിലപാടെന്താണ്? തർജീഹിന്റെ നിലപാടാണ്. എങ്ങനെ തർജീഹ് ചെയ്തത്? ആയിഷയിൽ നിന്ന് ഈ ഹദീസ് അൽ അസ്വദ് എന്ന് പറയുന്ന താബി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ആയിഷ ഉമ്മയിൽ നിന്ന് ഈ ഹദീസ് ഉർവത്ത് ബിൻ സുബൈറും അൽ ഖാസിം ഇബ്നു മുഹമ്മദും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഖാസിമിന്റെയും അതേപോലെ തന്നെ ഉർവയുടെയും റിപ്പോർട്ടിൽ ഉള്ളത് അടിമ എന്നാണ്. എന്നാൽ അൽ അസ്വദിന്റെ റിപ്പോർട്ടിലുള്ളത് സ്വതന്ത്രൻ എന്നാണ്.
എങ്ങനെ പണ്ഡിതന്മാർ തർജീഹ് ചെയ്തത്? ആയിഷയിൽ നിന്ന് അന്യനാണ് അസ്വദ്. എന്നാൽ ആയിഷ ഉമ്മയുടെ അടുത്ത ആളുകളാണ് ഉർവയും അതേപോലെ ഖാസിമും. ഖാസിമിന്റെ അമ്മായിയാണ് ആയിഷ, ഉർവയുടെ കുഞ്ഞാമ്മയാണ് ആയിഷ. അപ്പോ ആയിഷ ഉമ്മയിൽ നിന്ന് ഈ ഹദീസ് ഏറ്റവും കൂടുതൽ കേൾക്കാനും ഏറ്റവും ശരിയാവണ്ണം കേൾക്കാനും സാധ്യത ഉർവയും അൽ ഖാസിമും. അൽ അസ്വദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആയിഷ ഉമ്മയിൽ നിന്ന് ഏറെ അകന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ബരീറയുടെ ഭർത്താവ് അടിമയാണ് എന്നറിയിക്കുന്ന റിപ്പോർട്ടിനെയാണ് ഭാഗമാണ് പ്രബലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ തർജീഹിനെ മുഖവിലൊക്കെ എടുത്തിട്ട് അതിൽ റാജിഹായതിനെ സ്വീകരിക്കുക, മർജൂഹായതിനെ മാറ്റിവെക്കുക എന്ന നിലപാടാണ് പണ്ഡിതന്മാർ സ്വീകരിച്ചത്. മനസ്സിലായില്ലേ? അപ്പൊ നോക്കി, നിങ്ങൾ ബരീറയുടെ ഭർത്താവ് ആരായിരുന്നു? അടിമയായിരുന്നു. കാരണം ആയിഷയിൽ നിന്നുള്ള ഉർവയുടെയും അതേപോലെ തന്നെ അൽ ഖാസിം ബിൻ മുഹമ്മദിന്റെയും റിപ്പോർട്ടുകൾ അതാണ് അറിയിക്കുന്നത്, അതാണ് റാജിഹായത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. മനസ്സിലല്ലേ? ഇങ്ങനെയാണ് ഹദീസുകളിൽ താറൊന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അവര് സ്വീകരിക്കേണ്ടതായ നിലപാട് ഇതാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതേപോലെ തന്നെ ഇനി ജമ്മ ചെയ്യാൻ സാധിച്ചില്ല, നസ്ഖുമ കഴിയാത്ത വിധമാണ്, തർജീഹിനും സാധ്യത ഉണ്ടായില്ല എങ്കിൽ തന്നെയും പണ്ഡിതന്മാരുടെ നിലപാട് എന്താണ്? പണ്ഡിതന്മാരുടെ നിലപാട് തൽക്കാലം തവഖുഫ്, ഒരഭിപ്രായം പറയാതെ തവഖുഫ്, ഒരു നിലപാടെടുക്കുക. എന്തിന്? ആ ഹദീസുകളുടെ വിഷയത്തിൽ ഒരു ധാരണയും അറിവും ജ്ഞാനവും വിവരവും ഉണ്ടാവും. നമുക്കതറിയില്ല, പക്ഷെ അതറിയുന്ന ആളുകൾ വരും, അവർ പറഞ്ഞു തരുവോളം, അല്ലെങ്കിൽ അത് രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ ഉണ്ടാകും. ആ ഗ്രന്ഥങ്ങൾ നമ്മൾ നോക്കി മനസ്സിലാക്കുവോളം നമ്മൾ അതിൽ മൗനം ദീക്ഷിക്കുക. അങ്ങനെ ഒരു നിലപാട്, അതാണ് തവഖുഫ് എന്ന് പറയുന്നത്. ഇതാണ് പണ്ഡിതന്മാരുടെ രീതി. അല്ലാതെ കേവലം ഒരു ഹദീസാണ് വായിക്കുക, എന്നിട്ട് ആ ഹദീസിലാ ഇത് ഖുർആനെതിരാണ്, അല്ലെങ്കിൽ ഇത് മറ്റേ ഹദീസിനെതിരാണ്, അതുകൊണ്ട് ഇത് തോട്ടുകറിയണം, ഇത് കാട്ടുകറിയണം, അല്ലെങ്കിൽ ഇത് വാറോലയാണ്, ഇത് ആ രീതിയിലുള്ള ഒരു സമീപനം വിശിഷ്യ പ്രസ്തുത ഹദീസുകൾ, അതാണ് വിശിഷ്യ പ്രസ്തുത ഹദീസുകൾ. അത് സഹീഹുൽ ബുഖാരിയിൽ സഹീഹ് മുസ്ലിമിലൊക്കെ വന്നതായ ഹദീസുകളാണ് എങ്കിൽ, പണ്ഡിതന്മാർ സിഹത്ത് കൊണ്ട് ഹുക്ം പറഞ്ഞ ഹദീസുകളാണ് എങ്കിൽ, മനസ്സിലായില്ലേ? ചില പണ്ഡിതന്മാർ പറഞ്ഞു ജമ്മു ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തർജീഹ് ചെയ്യുമ്പോൾ ഇങ്ങനെ കൂടി പരിഗണിക്കാം. അഥവാ സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും വന്ന ഹദീസുകൾക്ക് എതിരാണ് മറ്റു ഗ്രന്ഥങ്ങളിൽ വന്ന സുനനുകളിലോ മുഅ്ജമുകളിലോ മുസ്നദുകളിലോ ഒക്കെ വന്നതായ ഹദീസുകളുള്ളത് എങ്കിൽ സഹീഹുൽ ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസുകൾക്ക് തർജീഹ് നൽകുക. അല്ലെങ്കിൽ കൂടുതൽ റിവായത്തുകളുള്ള ഹദീസ് നോക്കുക, എന്നിട്ട് ആ കൂടുതൽ റിവായത്തുകളുടേതായ ഹദീസുകളെ പരിഗണിക്കുക, അതിന് തർജീഹ് നൽകുക. ചിലർ പറഞ്ഞു ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവിമാരുടെ ഫിഖ്ഹ് നോക്കുക, പാണ്ഡിത്യം, എന്നിട്ട് ആ പാണ്ഡിത്യം അനുസരിച്ച് ഫിഖ്ഹ് കൂടുതലായ പണ്ഡിതന്മാരുടെ റിപ്പോർട്ടിനെ പരിഗണിക്കുക എന്നതൊക്കെ പണ്ഡിതന്മാര് ഈ വിഷയത്തിൽ ഉണർത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെയാണ് ഹദീസുകളിൽ താറൊന്ന് തോന്നുന്നുവെങ്കിൽ പണ്ഡിതന്മാർ സ്വീകരിക്കേണ്ടതായ അതിന്റെ കാൽവെപ്പുകളും അതിന്റെ നിലപാടുകളും. മനസ്സിലായില്ലേ? പാമരന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഹദീസുകളുടെ വിഷയത്തിൽ ഈ രീതിയിലുള്ള നിലപാടുകൾ എടുക്കാൻ പാടുള്ളതല്ല. അവർ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് തങ്ങളുടെ നിലപാടുകൾ സ്വീകരിക്കേണ്ടവരാണ്, ദീന് മനസ്സിലാക്കേണ്ടതാണ്. ഇതോടൊപ്പം വിഷയം ഒരു നീണ്ട വിഷയമാണ്. ഇങ്ങനെ വളരെ ചുരുങ്ങിയ സമയത്തിൽ പറയേണ്ടതായ പറഞ്ഞു തീർക്കാവുന്ന ഒരു മസല കൂടിയല്ല ഇത്. എങ്കിലും ചില കാര്യങ്ങൾ ഇങ്ങനെ ഉണർത്തിയെന്ന് മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ബാധിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസല്ല പല ഹദീസുകൾ, ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പല റിപ്പോർട്ടുകൾ, മനസ്സിലെ സഹീഹുൽ ബുഖാരിയിൽ പല സ്ഥലങ്ങളിൽ, അതേപോലെ തന്നെ സഹീഹ് മുസ്ലിമിലൊക്കെ വന്നിട്ടുണ്ട്.
ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മദീനയിൽ കപട വിശ്വാസികളും ജൂതന്മാരും സിഹിർ ചെയ്തതുമായി ബന്ധപ്പെട്ടതായ ഹദീസ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശാരീരികമായിട്ട് വധിക്കാൻ ജൂതന്മാര് കപട വിശ്വാസികളുടെ സഹായത്തിൽ പലതവണ ശ്രമിച്ചിട്ടുണ്ട്. കല്ലുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എറിഞ്ഞു കൊല്ലാനും, അതേപോലെ തന്നെ ഖൈബറിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷം കൊടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാനൊക്കെ ശ്രമിച്ചതായ സംഭവം. പക്ഷേ ശാരീരികമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നശിപ്പിക്കുവാൻ ജൂതന്മാർ ശ്രമിച്ചുവെങ്കിലും അവർ ഇച്ഛാഭംഗപ്പെട്ടു. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വല്ലാഹു യഅസിമുക മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രക്ഷപ്പെടുത്തും. അതുകൊണ്ട് തന്നെ സല്ലാം ബിൻ മുഷ്കം എന്ന് പറയുന്ന ജൂതന്റെ ഭാര്യ സൈനബ് ബിൻതുൽ ഹാരിസ് ആണ് റസൂലുള്ളാഹിനെ അവസാനമായി കൊല്ലാൻ ശ്രമിച്ചത്. അത് ഉഗ്രവിഷം, ഒരാടിനെ അറുത്തതിൽ മാംസത്തിൽ വിഷം വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയായി നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിന്ന് കഴിച്ചു. കൂടെയുള്ള ബിശ്ർ ബിൻ ബറ എന്ന് പറയുന്ന സഹാബിയും കഴിച്ചു. ബിശ്ർ അതോടുകൂടി മരിച്ചു വീണു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷം തട്ടി മുറിവുണ്ടായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ രക്ഷപ്പെടുത്തി. എന്നാലും ഖൈബറിലേറ്റ വിഷം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കുന്നത് വരെയും റസൂലുള്ളാഹിക്ക് രോഗം ഉണ്ടാക്കിയിരുന്നു, പനിയും തലവേദനയും. അതിനെ തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായി. മരണം വരിക്കുന്ന സമയത്ത് പോലും ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി പറയുന്നത്, യാ ആയിഷ ഇന്നി വജത്തു അലമ തആമൽ ലദി അകൽതുഹു ഫി ഖൈബർ ഫഹാദാ അവനു വജത്തു ഖിതാഅ ബുഹുരി മിൻ ദാലിക സും. ആയിഷ, ഇപ്പോഴും ഞാൻ ഖൈബറിൽ കഴിച്ച വിഷത്തിന്റെ വേദന അനുഭവിക്കുന്നു. ഈ സമയം എന്റെ ആന്തരിക അവയവങ്ങൾ മുറിഞ്ഞു പോകുന്ന വേദന എനിക്ക് ആ വിഷം നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. ഏതായാലും ജൂതന്മാരുടെ ശ്രമം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശാരീരികമായിട്ട് ഇല്ലായ്മ ചെയ്യലായിരുന്നു. അതിനുള്ള പല മുറകളും അവർ പ്രയോഗിച്ച് നടന്നില്ല. ഈ ഖൈബറിലെ ശ്രമത്തിൽ പിന്നെ ജൂതന്മാർ കപട വിശ്വാസികളെ കൂട്ടുപിടിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ ചെയ്തതായ ഒരു ഉപദ്രവമായിരുന്നു മാരണത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒതുക്കാനുള്ള ശ്രമം. അങ്ങനെയാണ് ലബീദ് ബിനുൽ ആസം എന്ന് പറയുന്ന വ്യക്തി ജൂതനായിരുന്നു, പക്ഷേ ഇസ്ലാമിന്റെ മേൽക്കുപ്പായിട്ട് നടക്കുന്നവനായിരുന്നു. അവനും അവന്റെ പെൺമക്കളും സഹോദരികളൊക്കെ. അയാളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയും അതേപോലെ തന്നെ മുടി ചീകിയ ചില അവശിഷ്ടങ്ങൾ, ഇപ്പോൾ ഉണ്ടാവുന്ന ചില അവശിഷ്ടങ്ങൾ എടുത്തിട്ട് റസൂലുള്ളാഹിക്ക് നൽകിയ ചെയ്തതായ സിഹർ, ആ വിഷയത്തിൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലയിൽ നിന്നുള്ള ഹദീസ് സഹീഹുൽ ബുഖാരിയിലുണ്ട്, അതേപോലെ തന്നെ സഹീഹ് മുസ്ലിമിലുണ്ട്. മറ്റു പല റാവിമാരിൽ നിന്നും ആ വിഷയത്തിൽ ഹദീസ് വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ബാധിച്ചു എന്ന് പറയുന്നതായ ഹദീസിനെ എടുത്ത് ഇത് ഖുർആനിനെതിരാണല്ലോ എന്നാണ് പലരും ഉന്നയിക്കുന്നതായ വാദം. യഥാർത്ഥത്തിൽ ഹിജ്റയുടെ 8 ശേഷം മദീനയിൽ ജൂതന്മാരും കപട വിശ്വാസികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ ജൂതന്മാരോട് സഹകരിച്ച് ചെയ്യുന്ന ഈ സിഹറിന്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ജൂതന്മാരുടെ ഏതാനും ദീനാറുകൾക്ക് വേണ്ടിയിട്ടാണ് കപട വിശ്വാസികൾ ഈ ഒരു ദുഷ്ടതക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ കൂട്ടുനിന്നത് എന്ന് ചില റിപ്പോർട്ടുകളിലുണ്ട്. ഫത്വൽ ബാരിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഹിജ്റയുടെ 8 ശേഷം ഉണ്ടായ ഈ സിഹറുമായി ബന്ധപ്പെട്ടതായ സംഭവം അത് അറിയിക്കുന്ന വിഷയമൊന്ന് വേറെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മുശ്രിക്കുകൾക്ക് നൽകിയ മറുപടിയിൽ പറഞ്ഞ ആയത്തിൽ പറയുന്ന വിഷയമൊന്ന് വേറെയാണ്. അഥവാ സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ, വഖാല ളാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ. വഖാല ളാലിമൂന, അക്രമികൾ പറഞ്ഞു, ഇൻ തത്തബിഊന, നിങ്ങൾ പിൻപറ്റുന്നില്ല, ഇല്ലാ റജുലൻ മസ്ഹൂറ, സിഹിർ ബാധയേറ്റ ഒരു വ്യക്തിയെയല്ലാതെ. മനസ്സിലായില്ലേ? ഇവിടെ സിഹിർ ബാധയേറ്റ വ്യക്തിയാണ് നിങ്ങൾ പിൻപറ്റുന്നത് എന്നുള്ളത് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞത് റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞു. ആ വാദാണ് ഇപ്പൊ റസൂലുള്ളാഹിക്ക് സിഹിർ ബാധിച്ചു എന്ന് പറയുന്നവർ പറയുന്നത് എന്നാണ് പലരും പറയുന്നത്. മനസ്സിലായി? യഥാർത്ഥത്തിൽ ഹിജ്റയുടെ 8 ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്
ജൂതന്മാരും അതേപോലെ തന്നെ കപട വിശ്വാസികളും സിഹിർ ചെയ്തതിനെ തുടർന്നിറങ്ങിയ ആയത്തല്ല ഈ ആയത്ത്. ഈ ആയത്ത് മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന്റെ തുടക്കവുമായി ബന്ധപ്പെട്ടിറങ്ങിയ ആയത്താണ്. ആ സംഭവവും ഈ ആയത്തും തമ്മിൽ ബന്ധമല്ല. കുറേ വിഷയങ്ങളാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കാരണം ഈ ആയത്തിൽ പരാമർശിക്കുന്ന വിഷയം എന്താ? ഈ ആയത്തിൽ പരാമർശിക്കുന്ന വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതിയിട്ട് മക്കയിലെ ബഹുദൈവ വിശ്വാസികളെ ഷിർക്കിൽ നിന്ന് തിരുത്തുകയും ഷിർക്കിനെ എതിർക്കുകയും ചെയ്യുമ്പോൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതുന്ന ഖുർആനെ മാരണമായും മാരണബാധ ഏറ്റവന്റെ പുലമ്പലായിട്ടും ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായേ? തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറ الذي له ملك السماوات والأرض ولم يتخذ ولدا ولم يكن له شريك في الملك وخلق كل شيء فقدره تقديرا എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? വത്തഖദു മിൻ ദൂനിഹി ആലിഹ ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ വലാ യംലികൂന ലിഅൻഫുസിഹിം ദർറൻ വലാ നഫ്അ വലാ യംലികൂന മൗതൻ വലാ ഹയാതൻ വലാ നുശൂറ. മക്കയിലെ ബൗദ്ധവിശ്വാസികൾ സ്വീകരിച്ച ആരാധ്യന്മാരെ കുറിച്ച് പറയാണ്, അവരൊരു ഉപദ്രവമോ ഉപകാരമോ ഉടമപ്പെടുത്തുന്നില്ല, അവർ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല, അവർ സൃഷ്ടിക്കപ്പെട്ടവരാണ്, അവർ മൗത്തോ ഹയാത്തോ നുഷൂറോ ഉടമപ്പെടുത്തുന്നില്ല. വഖാല ലദീന കഫറു ഇൻ ഹാദാ ഇല്ലാ ഇഫ്കുൻ ഇഫ്തറ, മുഹമ്മദ് കെട്ടിണ്ടാക്കി പറയുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. വആനു അലൈഹി ഖൗമുൻ ആഖറുൻ, മറ്റൊരു വിഭാഗം എന്നിട്ട് അദ്ദേഹത്തെ സഹായിക്കുന്നു. ഫഖദ് ജാഉ ദുൽമൻ വസൂറ, എന്നിട്ട് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എതിർക്കണം ആ വിഷയത്തിൽ. വഖാലു അസാതീറുൽ അവ്വലീൻ ഇക്തതബഹ ഫയ്യതുംല അലൈഹി ബുക്റതൻ വഅസീല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതൊക്കെ പൂർവികരുടെ കെട്ടുകഥകളാണ്. അത് പ്രഭാതത്തിലും പ്രദോഷത്തിലും മുഹമ്മദിന് ഓതിക്കൊടുക്കുകയാണ്. അത് മുഹമ്മദ് എഴുതിയത് ഉണ്ടാക്കിയതാണ്. ഇതൊക്കെയാണ് പറയുന്നത്. ഖുൽ അൻസലഹു അല്ലദീ യഅലമു സിർറ ഫിസ് സമാവാതി വൽ അർദി ഇന്നഹു കാന ഗഫൂറർ റഹീമ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പറഞ്ഞ ആളുകൾക്ക് മറുപടി നൽകാണ്. രഹസ്യം വാനത്തിലും ഭൂമിയിലും രഹസ്യം അറിയുന്നവനായ അള്ളാഹു അവതരിപ്പിച്ചതാണ് ഇത്. അള്ളാഹു ഗഫൂറുർ റഹീമാണ്. അപ്പോ മുശ്രിക്കുകൾ പറഞ്ഞ കാര്യം പറയണം. വഖാലു മാലി ഹാദർ റസൂൽ യഅകുലു തഅം വയംശി ഫിൽ അസ്വാഖ്, ഈ റസൂലിന് എന്ത് പറ്റി? ഭക്ഷണം കഴിക്കുന്നു, അങ്ങാടിയിലൂടെ നടക്കുന്നു. ലൗല ഉൻസില ഇലൈഹി മലകുൻ ഫയകൂന മഅഹു നദീറ, എന്തുകൊണ്ട് ഈ റസൂലിനോടൊപ്പം ഒരു മലക്ക് അവതരിക്കപ്പെടുന്നില്ല? റസൂലിനോടൊപ്പം ഒരു മുന്നറിയിപ്പുകാരനായിക്കൊണ്ട്. ഔ യുൽഖ ഇലൈഹി കൻസുൻ ഔ തകൂന ലഹു ജന്ന, എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കൻസ്, നിധി നൽകപ്പെടുന്നില്ല? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ഒരു തോട്ടമുണ്ടാകുന്നില്ലേ? യഅകുലു മിൻഹ, ആ തോട്ടത്തിൽ നിന്നും ഭക്ഷിക്കുന്ന രീതിയിൽ. എന്നിട്ട് പറഞ്ഞു വഖാല ളാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ, മക്കയിലെ ബൗദ്ധവിശ്വാസികളായ അക്രമികൾ പറഞ്ഞു, നിങ്ങൾ അഥവാ മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങൾ ഒരു മസ്ഹൂറായ വ്യക്തിയല്ലാതെ, സിഹിർബാധയേറ്റ വ്യക്തിയല്ലാതെ പിൻപറ്റുന്നില്ല. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ മക്കയിലെ ബൗദ്ധവിശ്വാസികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് കുറേ ആരോപണങ്ങൾ പറഞ്ഞു. അതിലൊരു ആരോപണമാണ് മസ്ഹൂർ എന്നവർ പറഞ്ഞു, സിഹിർബാധ ഏൽക്കപ്പെട്ട വ്യക്തിയാണ് റസൂൽ എന്ന്. അത് ഈ സംഭവത്തെ തുടർന്ന് വന്ന ഒരായത്തല്ല. പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്ദരമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ആളുകളെ ഇസ്ലാമിലേക്ക് ദഅവത്ത് നടത്തിയപ്പോൾ, തൗഹീദിലേക്ക് ക്ഷണിച്ചപ്പോൾ ആ വിഷയത്തിൽ മക്കയിലെ ബൗദ്ധവിശ്വാസികൾ പറഞ്ഞതാണ്. മനസ്സിലായില്ലേ? അപ്പൊ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലബീദ് ബിൻ ആസമും കൂട്ടരും ചെയ്തതായ സിഹിർബാധയുടെ വിഷയത്തിൽ ഈ ആയത്ത് ബന്ധപ്പെടുക? ആ സംഭവത്തെ തുടർന്നല്ല ഈ ആയത്ത് ഇറങ്ങിയത്. പിന്നെയോ ആ സംഭവത്തിന്റെ തേട്ടമൊന്ന് വേറെയാണ്, ഈ ആയത്തുകൾ അറിയിക്കുന്ന വിഷയങ്ങളും വിവരങ്ങളും വേറെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹിർബാധയേറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായത്? പണ്ഡിതന്മാർ, ആധികാരികരായ പണ്ഡിതന്മാർ ആ ഹദീസിനെ ശർഹ് എഴുതിയിട്ടുണ്ട്. ബുഖാരിയിൽ വന്നത് കാരണത്താൽ ഫത്ഹുൽ ബാരിയിൽ അൽ ഹാഫിദ് ബിൻ ഹജർ ആ ഹദീസിനെ ശർഹ് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇസ്ലാമിക ലോകത്തെ അറിയപ്പെട്ട ഹദീസിന്റെ ശുറാഹിങ്ങളൊക്കെ ഹദീസിനെ ശർഹ് എഴുതിയിട്ടുണ്ട്. ആരും ഈ ആയത്തിനെതിരാണ് ആയിഷ റിപ്പോർട്ട് ചെയ്യുന്ന സിഹറിന്റെ ഹദീസ് എന്ന് പറഞ്ഞിട്ടില്ല. പ്രത്യുത ആധികാരികരായ പണ്ഡിതന്മാർ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹ്റുബാധ ഏറ്റു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതൊരിക്കലും നുബുവത്തിന്റെ മഖാമിനെ സ്പർശിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതായ നുബുവത്തിൽ ഏറ്റക്കുറച്ചിലോ അത് എത്തിക്കുന്നതിൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വീഴ്ചയോ കുറവോ വന്നിട്ടില്ല. പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വൈയക്തികമായ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടായി എന്നാണ്. അതാണ് ആയിഷ ഉമ്മ പറയുന്നത്, സുഹിറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹ്ർ ചെയ്യപ്പെട്ടു. ഹത്താ കാന യുഖയ്യലു ഇലൈഹി അന്നഹു യഫ്അലു ഷൈ വമാ യഫ്അലു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെ തോന്നി ഞാൻ എന്തോ ചെയ്തെന്ന്. പക്ഷെ റസൂലുള്ളാഹി യഥാർത്ഥത്തിൽ അത് ചെയ്തിട്ടുണ്ടാവുകയില്ല. മനസ്സിലായി? ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ പറയുന്നത്. എന്നാൽ സിഹ്ർ ലബീദ് ബിൻ ആസം ചെയ്തതിന്റെ പേരിൽ എന്തെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്ത് എത്തിക്കുന്ന വിഷയത്തിൽ, വഹയ് എത്തിക്കുന്ന വിഷയത്തിൽ, ദീൻ പഠിപ്പിക്കുന്ന വിഷയത്തിൽ എന്തെങ്കിലും ഒരു കുറവോ പോരായ്മയോ ചെയ്ത ഒരൊറ്റ റിപ്പോർട്ടുകളുമില്ല. അങ്ങനെ പണ്ഡിതന്മാരായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് നുബുവത്തിന്റെ മഖാമിനെ ഇതൊരിക്കലും ബാധിച്ചിട്ടില്ല എന്ന് ആധികാരികരായ പണ്ഡിതന്മാര് പറഞ്ഞത്. പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇപ്പൊ നബി ആയിരിക്കത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വൈയക്തികമായി രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പനി പിടിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബോധക്ഷയം ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തളർച്ചയുണ്ടായിട്ടുണ്ട്. പലതവണ ബോധരഹിതനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ ഹദീസുകൾ, സംഭവങ്ങൾ കാണാൻ സാധിക്കും. അതൊന്നും നുബുവത്തിന്റെ മഖാമിനെ ബാധിക്കൂല. കാരണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്താണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അല്ലാഹു സംരക്ഷിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഏറ്റെടുത്ത സംഗതിയാണ്. മനസ്സിലായി? അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉറക്കമാകട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജീവിതത്തിലുണ്ടായ പരീക്ഷണങ്ങളാകട്ടെ, രോഗങ്ങളാകട്ടെ, അതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ബാധ്യതയാക്കപ്പെട്ട റിസാലത്തിനെയോ നുബുവത്തിനെയോ ബാധിക്കുന്ന രീതിയിലല്ല. പരീക്ഷണങ്ങളും രോഗങ്ങളും വിശ്വാസിക്ക് നന്മയും അനുഗ്രഹവുമാണ്. അത് വിശ്വാസിയുടെ ദർജയെ ഏറ്റുകയും വിശ്വാസികളുടെ പാപങ്ങളെ മായ്ക്കുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ വിശ്വാസികൾക്കും ദർജയെ ഏറ്റുകയും പാപങ്ങളെ പൊറുക്കുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർജകളെ ഏറ്റുന്ന രീതിയിലുള്ള പരീക്ഷണങ്ങളും രോഗങ്ങളാണ് ഉണ്ടായത്. ആ പരീക്ഷണത്തിൽ ഒരു പരീക്ഷണം മാത്രമായിരുന്നു ഈ സിഹ്ർ ഭാഗം. മനസ്സിലായില്ലേ? ആ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇതിന്റെ ഉപദ്രവം ഉണ്ടായി എന്നുള്ളതാണ്. അല്ലാതെ ദീനിൽ നിന്ന് തെറ്റിക്കുന്ന വിധം, ദീനിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന വിധമുള്ള ഒരു പ്രയാസവുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിശാച് സമീപിച്ചിട്ടില്ല. അതിന് പിശാചിനൊട്ട് സാധിക്കുകയും ഇല്ല. കാരണം പിശാച് മുഖ്ലിസീങ്ങളായ അള്ളാഹുവിന്റെ ദാസന്മാരോട് അടുക്കുക, ആ രീതിയിൽ വഴിയിൽ മാർഗത്തിൽ നിന്ന് തെറ്റിക്കുവാൻ, ഇസ്ലാമിൽ നിന്ന് തെറ്റിക്കുവാൻ, ദീനിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ, നിഷ്കളങ്കരായ ദാസന്മാരെ സമീപിക്കുവാൻ പിശാചിന് സാധിക്കുകയില്ല. എന്നാൽ രോഗങ്ങളും പരീക്ഷണങ്ങളും പിശാചിന് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ അങ്ങനത്തെ രോഗങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെയും അത് വിശ്വാസികൾക്ക് പ്രതിഫലമാണ്. വിശ്വാസികൾക്ക് അതിൽ കൂലിയാണ് ഉണ്ടാവുക. അവരുടെ ഹസനാത്തുകൾ വർദ്ധിക്കും, വിശ്വാസികളുടെ സയ്യാത്തുകൾ മായ്ക്കപ്പെടും, സ്വർഗീയ ദർജകൾ അവർക്ക് അധികരിക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ പിശാചുക്കൾ സൽവൃത്തങ്ങൾക്ക് നേരെയും കൊണ്ടുവന്നിട്ടുണ്ട്, നബിമാരുടെ നേരെയും കൊണ്ടുവന്നിട്ടുണ്ട്. അതേസമയം ദീനിൽ നിന്ന് തെറ്റിക്കുന്ന വിധം, ആദർശത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന വിധമുള്ള ഒരു സമീപനം ശൈത്താൻ അത് മുഖ്ലിസീങ്ങളായ അള്ളാഹുവിന്റെ ദാസന്മാർക്ക് നേരെ ഒരിക്കലും കൊണ്ടുവരികയില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹ്ർ ബാധിച്ചു എന്ന് പറയുന്നതായ ഹദീസ്, ഈ ലബീദ് ബിൻ ആസം കുറിച്ച് ചെയ്ത ഹദീസ്, അത് സഹീഹായി സ്ഥിരപ്പെട്ട ഹദീസാണ്. ആ ഹദീസ് ഇന്ന് കേട്ട് കേൾവിയുള്ള ഹദീസല്ല. പ്രത്യേക ഇത് പൂർവ്വകാലത്തുള്ള പണ്ഡിതന്മാർ അറിഞ്ഞ ഹദീസാണ്. സഹീഹുൽ ബുഖാരിയിലൊക്കെ വന്ന ഹദീസിനെ ആധികാരികരായ പണ്ഡിതന്മാർ അതിനെ ശറഹ് ചെയ്തിട്ടുണ്ട്. ഇന്ന് പല ആളുകളും അതേപോലെ വിജ്ഞാനത്തിൽ വളരെ കുറഞ്ഞ വിഹിതം ഉള്ള ആളുകൾ പോലും ഇത്തരം ഹദീസുകളെ എടുത്തു വെച്ച് ഹദീസുകളെ പരിഹസിക്കുന്ന, അതേപോലെ തന്നെ ഇതിന്റെ ആദർശങ്ങളെ കൊച്ചാക്കുന്നതായ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഖേദകരമെന്ന് പറയട്ടെ, ഈ ഹദീസുകൾക്ക് ആധികാരികർ നൽകിയ ഒരു ഷറഹ് പോലും വായിച്ചിട്ടുണ്ടാവുകയില്ല എന്നുള്ളതാണ് വസ്തുത. മനസ്സിലായി? ഒരു ഷറഹ് പോലും വായിച്ചിട്ടുണ്ടാവുകയില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയായിരുന്നുവെങ്കിൽ അവരുടെ വർത്തമാനത്തിലും അവരുടെ സമീപനങ്ങളിലും ആ പൂർവികരുടെ സമീപനത്തിന്റെ ഒരു നേലാട്ടമെങ്കിലും കാണുമായിരുന്നു എന്നുള്ളത്. മനസ്സിലായി? അത് കൊണ്ട് തന്നെ ഞാൻ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് ചിലരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായില്ലേ, ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ആ ഹദീസിന്റെ മുഴുവൻ റിപ്പോർട്ടുകളും വായിച്ചിട്ടുണ്ടോ? അവർ പറഞ്ഞിട്ട് ഞങ്ങൾ റിപ്പോർട്ടുകൾ വായിച്ചിട്ടില്ല.
ആ ഹദീസിന് ആധികാരികർ എഴുതിയതായ ഷറഹുണ്ടല്ലോ. കാരണം ഹദീസുകളെ മനഃപ്പാടമാക്കി എന്നിട്ട് ഹദീസിന്റെ ദലാലത്തുകളെ കുറിച്ച് ജ്ഞാനമുള്ള അതിന് വിവരണങ്ങൾ എഴുതിയ ആധികാരികർ എഴുതിയ ആ ഷറഹുകളെങ്കിലും വായിച്ചിട്ടുണ്ടോ? വളരെ കഷ്ടമെന്ന് പറയട്ടെ. ആ ഷറഹുകൾ പോലും ഇവർ കണ്ടിട്ടില്ല എന്നുള്ളത്. എന്നാലും ഹദീസുകളെ ചുവട്ടിലിട്ട് ചവിട്ടുന്ന, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് പരിഹസിച്ച് ചവിട്ടി മതിക്കുവാൻ എറിഞ്ഞുകൊടുക്കുന്ന ഒരു ദുരന്തപൂർവമായ കാഴ്ചയാണ് പലരിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഏതാനും കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഉണർത്തി എന്ന് മാത്രം. പിന്നെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ആർക്കെങ്കിലും വിഷയങ്ങൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അറിവിൽപ്പെട്ടതിനോട് പ്രതികരിക്കും, അറിയാത്ത വിഷയങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയതിന് ശേഷം പ്രതികരിക്കും. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ദീനിൽ ഫിഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.